യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് കണ്ണുകൾ തിരിക്കും. നമുക്ക് നമ്മുടെ മധ്യത്തിലുള്ള വചനം മാംസമായി തീർന്ന, വചനം ജഡമായി തീർന്ന യേശുവിനെ നോക്കി നമുക്ക് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവേ, അവിടുന്ന് കർത്താവേ, വചനം മാംസമായി തീർന്ന അവിടുന്ന് ഈ ഭൂമിയിൽ കർത്താവേ, വചനം ഒരു മനുഷ്യരൂപം എടുത്ത് കർത്താവേ, അവിടുത്തെ ആ ആത്മാവിൽ പിതാവിൻ്റെ വചനം സമ്പൂർണ്ണമായിട്ടും അത് ഫുൾഫിൽഡായിട്ട്, അത് സഫലീകൃതമായിട്ട് കർത്താവേ, അവിടുന്ന് ആ വചനം അവിടുത്തെ ആത്മമനുഷ്യൻ്റെ ഭാഗമായി ചേർന്ന് അവിടുന്ന് അതിൻ്റെ വചനത്തിൻ്റെ സമ്പൂർണ്ണതയിൽ അവിടുന്ന് നടന്നുവല്ലോ കർത്താവേ. ഞങ്ങൾക്ക് മുൻമാതൃകയായിട്ട് ഇന്ന് ഈ വചനത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ യേശുവിനെ തന്നെ കാണുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായിട്ടുള്ള ആ മൂടുപടത്തെ, തിരശ്ശീലയെ, ഞങ്ങളുടെ ജഡത്തെ, ഞങ്ങളുടെ സ്വയജീവനെ കർത്താവേ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. മൂടുപടം നീങ്ങിയാലേ കണ്ണാടിയിൽ കർത്താവേ, അവിടുത്തെ വചനമാകുന്ന കണ്ണാടിയിൽ അവിടുത്തെ തേജസ്സിനെ കാണാൻ സാധിക്കുകയുള്ളല്ലോ കർത്താവേ. ആ മൂടുപടം കർത്താവിലേക്ക് ഒരുവൻ തിരിയുന്നുവെങ്കിൽ ആ മൂടുപടം നീങ്ങുന്നുവെന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ, അങ്ങയിലേക്ക് തിരിഞ്ഞ് ഞങ്ങളെ തന്നെ തിരിഞ്ഞിരിക്കാതെ കർത്താവേ, ഞങ്ങളുടേതായ ഇഷ്ടങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കാതെ അങ്ങയിലേക്ക് സമ്പൂർണ്ണമായിട്ടും തിരിയുവാൻ തക്കവണ്ണം കർത്താവേ 180 ഡിഗ്രി കർത്താവേ ബോട്ട് ടേൺ അടിച്ച് കർത്താവേ ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും ഒരു സീറോ ആയിട്ട് കർത്താവേ, ഒരു വട്ടപൂജ്യമായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം കർത്താവേ. അവിടുത്തെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ കർത്താവേ, അവിടുത്തെ ആ വചനമാകുന്ന കണ്ണാടിയിൽ അവിടുത്തെ തേജസ്സിനെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങേ കേൾക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണം കർത്താവേ. അന്ന് അവിടുന്ന് ആ 11 ശിഷ്യന്മാരോട് അവിടുന്ന് തോൾ ചേർന്ന് കർത്താവെ അവരെ ആശ്വസിപ്പിച്ച്, അവരെ മുന്നറിയിപ്പുകൾ നൽകി, അവരെ ശാസിച്ച് കർത്താവെ അവരെ വഴി നടത്തി അവിടുത്തെ ആ തിരുവായ് മൊഴിഞ്ഞ് സംസാരിച്ച ആ തിരുവചനങ്ങൾ, നിത്യജീവന മൊഴികൾ കർത്താവെ ഇന്നും അതേ ഹൃദയത്തിൽ തന്നെ കേൾപ്പാൻ കർത്താവെ പരിശുദ്ധാത്മാവ് ആഹ്ളധ്വനിയായിട്ട് അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ കേൾപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോ കുറയണം കർത്താവെ, അവിടുന്ന് വളരണം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അവിടത്തേക്ക് സമ്പൂർണ്ണമായിട്ടും കർത്താവെ അധികം വളരെ വളരെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം കർത്താവെ പിതാവിന് ഏറ്റവും പ്രസാദകരമായിട്ടുള്ളൊരു ജീവിതം ഞങ്ങളുടെ ജീവിതത്തിലൂടെ കാഴ്ചവെക്കാൻ തക്കവണ്ണം കർത്താവെ അങ്ങയിൽ ആഴത്തിൽ വസിക്കുവാൻ, അങ്ങ് ഞങ്ങളിൽ അതുപോലെ സമൃദ്ധമായിട്ട് വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ ഒന്ന് സ്തുതിക്കുന്നു. എല്ലാ യേശുവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. നമുക്കറിയാം അതിൻ്റെ ആ കോണ്ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. യേശു താൻ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി, ആ കാല് കഴുകിയ ഒരാൾ തന്നെ യൂദാസ് അപ്പകണ്ണമൊക്കെ വാങ്ങിച്ച് അവനെ കർത്താവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് പോയി. ബാക്കിയുള്ള 11 പേരോട് കർത്താവ് തൻ്റെ ഹൃദയം പങ്കിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് കർത്താവ് അപ്പം പങ്കിട്ടിട്ട്, ഈ അപ്പം എൻ്റെ ശരീരമാകുന്നു എന്നും പറഞ്ഞ് കർത്താവ് അവർക്ക് തന്നെ പങ്കിട്ട് കൊടുക്കുമായിരുന്നു. താനും അങ്ങ് ചെറുതായി തന്നെ അങ്ങ് ഇതാണ്, എന്നെ നിങ്ങൾ ഭക്ഷിച്ചോളൂ. യേശുവാണ് വചനം മാംസമായി തീർന്നത്, വചനം ജഡമായി തീർന്നത് ആ കർത്താവ് അപ്പമായിട്ട്, ജീവൻ്റെ അപ്പമാണ് താന് എന്നൊക്കെ കർത്താവ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന കാര്യം നമുക്കറിയാം. ഞാനാകുന്നു ജീവൻ്റെ അപ്പം. ആ ജീവൻ്റെ അപ്പമാകുന്ന കർത്താവ് അക്ഷരികമായിട്ട് തന്നെ അപ്പം പങ്കിട്ടിട്ട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ വേണ്ടി കർത്താവ് ഒരു പുതിയ ഉടമ്പടിയൊക്കെ സ്ഥാപിച്ച്, പുതിയ ഉടമ്പടിയിലെ രക്തമാണെന്ന് പറഞ്ഞ് വീഞ്ഞൊക്കെ അവർക്ക് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ, താൻ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചു തന്നതുകൊണ്ട് നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണെന്നൊക്കെയാണ് നമ്മളിപ്പോൾ അതിൻ്റെ ആ 15-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, അതാ യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട്. യോഹന്നാൻ 15:15 യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി ഒന്നും പറയാൻ പ്രയാസമുണ്ടെന്നൊക്കെ കർത്താവ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്. ഞാൻ ഇതിലും കുറേ കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ അത്രയങ്ങ് മനസ്സിലാവത്തില്ല. മിനിമം തിങ്സ് ഇതിൻ്റെ 16-ാം അധ്യായത്തിൽ, അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ 16-ന്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞിട്ട് ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാൻ കഴിയത്തില്ല. ഇനിയിപ്പം പരിശുദ്ധാത്മാവൊക്കെ നിങ്ങളുടെ ഉള്ളത്തിൽ വന്ന്
പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത് ഇതേ അപ്പോസ്തലന്മാരിലൂടെ അത് സഭയ്ക്ക് ദൈവം അധികമായിട്ട് അപ്പോസ്തലന്മാരിലൂടെ പിന്നീട് വന്നു ചേർന്ന പൗലോസായി തീർന്ന പൗലോസിലൂടെയൊക്കെ ദൈവം പിന്നീടും കർത്താവിൻ്റെ ഹൃദയത്തിൽ പറയാനുള്ള പല കാര്യങ്ങളുമൊക്കെ നമ്മൾ പിന്നീട് അപ്പോസ്തലന്മാരിലൂടെയൊക്കെ നമ്മൾ ലേഖനങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ പിതാവ് തന്നോട് ഇവരോട് പറയാനായിട്ട് പറഞ്ഞതെല്ലാം ഒന്നും മറച്ചു വെക്കാതെ അങ്ങ് പറയുന്ന ആ ഒരു കർത്താവിൻ്റെ ആ ഒരു സഖിത്വം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സൗഹൃദം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് നമുക്കറിയാം ആ ഒലിവുമലയിലേക്ക് കർത്താവ് മാളികമുറിയിൽ അവർ അപ്പം വിട്ട് അതിനുശേഷം ഒരു സ്തോത്രഗീതമൊക്കെ പാടി ഒലിവുമലയിലേക്ക് പോകുന്ന രംഗമൊക്കെ നമ്മൾ മത്തായി 26:30 വായിക്കുന്നുണ്ട്. അപ്പോൾ ഒലിവുമലയിലേക്ക് എത്തിച്ചേരുന്ന സമയത്തോ വഴിയിലോ എത്തിച്ചേരുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും ഈ ഒരു മുന്തിരിവള്ളിയുടെ ഉപമയൊക്കെ പറഞ്ഞ് താനാണ് സാക്ഷാൽ മുന്തിരിവള്ളി, നമ്മൾ കൊമ്പുകളാണ്. യഥാർത്ഥത്തിൽ ഫലം കായ്ക്കുവാൻ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊണ്ടാവട്ടെ, നമ്മുടെ ശുശ്രൂഷ കൊണ്ടാവട്ടെ ഫലം കായ്ക്കുവാൻ നമ്മളുടേതായ സ്വയധ്വാനത്തിലുള്ള കൈകാലിട്ടടിയല്ല, മറിച്ച് കർത്താവിൽ നമ്മളങ്ങ് വസിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പ് എന്തെങ്കിലും സ്വയമായിട്ടുള്ള എന്തെങ്കിലും ഒരു അധ്വാനത്തിലല്ല അത് ഫലം കായ്ക്കുന്നത്. കൊമ്പും അതിൻ്റെ തായ്തടിയിൽ അതിൻ്റെ മുന്തിരിവള്ളിയോ അല്ലെങ്കിൽ മാവാണെങ്കിൽ മാവോ പ്ലാവാണെങ്കിൽ പ്ലാവോ ഏതാണ് ആ കൊമ്പ് അതിനകത്ത് തന്നെ എബൈഡ് ചെയ്യുന്നു, അതിലങ്ങ് വസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങ് സ്വാഭാവികമായിട്ട് ഫലങ്ങൾ വന്നോളും. എന്നാൽ നമ്മൾ കർത്താവിൽ വസിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ വൈറ്റാലിറ്റി, നമ്മളുടെ ആ ജീവൻ്റെ തുടിപ്പ് എല്ലാം അങ്ങ് പോയി നമ്മളങ്ങ് ഡ്രൈ അപ്പ് ആയി പോവും, നമ്മളങ്ങ് വരണ്ടു പോവും. ചിലർ പറയുമോ ഇനി ക്രിസ്ത്യ ജീവിതം അങ്ങ് വരണ്ടു പോയിരിക്കുന്നു വേറെ, ഞാനങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുന്നു, എനിക്ക് സന്തോഷമില്ല, സമാധാനമില്ല, ഡ്രൈ ആയിപ്പോയി. അത് തന്നെ പറഞ്ഞ 6ാമത്തെ വാക്യത്തിൽ എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ ആ ഒരു ഡ്രൈസം നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ ജീവരസമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് നമ്മളെ വളരെ എന്താണ് പറയുന്നത് സാച്ചുറേറ്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു പോഷിതമായിട്ട് പരിശുദ്ധാത്മാവിനാൽ പോഷിതമായിട്ട് നമ്മൾ പോഷണത്തോടെ, നമ്മൾ നനവോടെ, ആ ഒരു ആർദ്രതയോടെ പരിശുദ്ധാത്മാവിൻ്റെ നനവോടെ ഇരിക്കും. എന്നാൽ നമ്മൾ കർത്താവിൽ വസിക്കാതെ നമുക്ക് തടസ്സമായിട്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം നമ്മളുടെ ജഡമാണ്, നമ്മുടെ സ്വന്തം ഇഷ്ടം. പല കാര്യങ്ങളിലായിരിക്കും എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ ചിലരിൽ നിന്ന് നമ്മൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്വയത്തിലൊരു അതൃപ്തി. അപ്പോൾ എന്താ നമ്മളവിടെ നമുക്ക് ഒന്നുകിൽ നമ്മളിൽ തന്നെ ആ ജഡത്തിൽ തന്നെ അങ്ങ് വസിക്കാം, ജഡത്തിന് ഇഷ്ടപ്രകാരം നമ്മൾക്ക് കയ്പായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയോടെ, ഒരു നീരസം, ഒരു പരാതി, എന്താ ദൈവം ഇങ്ങനെ അനുവദിച്ച്, എന്താ അങ്ങേര് അങ്ങനെ പെരുമാറുന്നത്, എന്താ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ആ ആളെന്താ ഇങ്ങനെ എന്നോട് ചെയ്ത് കാണിച്ച്, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭാര്യയോടായിരിക്കും, ഭർത്താവിനോടായിരിക്കും, കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കും, അപ്പനമ്മമാരെ കുറിച്ചായിരിക്കും, പലരെ കുറിച്ച് നമുക്ക് പരാതിയും പരിഭവവും ഒക്കെ ആയിരിക്കും. പക്ഷേ അവിടെ നമ്മുടെ കർത്താവെ അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. കർത്താവെ സ്വർഗീയമായിട്ടുള്ളൊരു വീക്ഷണകോണിൽ കൂടെ കാണുമ്പോൾ ഈ വലിയ പ്രശ്നമാണെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളൊക്കെ വേറൊന്നുമില്ല. ഈ സ്വർഗത്തിൽ നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്ന, ഭയങ്കര നമുക്ക് ആകുലചിന്ത ഉണ്ടാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം, എൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയാതെ ഇന്നയാളെടുത്ത് കൊടുത്തു, അല്ലെങ്കിൽ ഇന്നയാൾ അത് അങ്ങനെ ചെയ്ത് അവരെന്നെ കൂടെ തർക്കിക്കാൻ വന്നു, അവരെന്നെ അടിക്കാൻ വന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് വലിയ ആനപ്രശ്നമായിട്ട്, വല്ല പർവ്വത സമാനമായിട്ട് തോന്നുന്ന പ്രശ്നങ്ങൾ സ്വർഗത്തിൽ നിന്ന് നമ്മൾ കർത്താവിന് മടിയിൽ പോയിരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഭൂമിയിലുള്ള വലിയ പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ ശരിയാണ്, ചിലപ്പോൾ ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, ജോലിയിൽ ചില നൂലാമാലകളോ അല്ല ഊരാക്കുടുക്കുകളോ ഒക്കെ ആയിരിക്കും. പക്ഷെ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും ഇല്ല. അത് ദൈവത്തിന് കർത്താവ് ഇപ്പം നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ദൈവത്തിനെ സംബന്ധിച്ചോളം. ദൈവത്തിൻ്റെ സമയത്ത് ആ കാര്യങ്ങൾ അങ്ങ് ശരിയാക്കി തരും. ഇന്ന് ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്ന വണ്ണം അങ്ങ് ജീവിച്ച കർത്താവ് ഞാൻ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും തേടിയ എനിക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് തന്നോളും. അപ്പം നമുക്ക് ഈ വലിയ പർവ്വത സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ ആകുലചിന്തരാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ അസ്വസ്ഥരാക്കുന്ന, നമ്മളെ കയ്പുള്ളവരാക്കുന്ന, നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന വലിയ പ്രശ്നങ്ങൾ, ആഗോള പ്രശ്നങ്ങളായിട്ട്, അന്തർദേശീയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങളൊക്കെ വെറും സിമ്പിളായിട്ട് നമ്മൾ കർത്താവിലങ്ങ് വസിക്കുമ്പോൾ, കർത്താവിലങ്ങ് വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മെ തന്നെ കർത്താവെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിലല്ല, ഞാൻ
അങ്ങയിൽ എൻ്റെ സ്വന്തം ഇഷ്ടത്തെ ഞാൻ അവിടെ താഴ്ത്തി വെച്ചൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അങ്ങയിൽ ഞാനങ്ങ് ചാരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ്, ആ ജീവരസം, ആ തായ്തടിയുടെ ജീവരസമാകുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞ് യേശു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ, എൻ്റെ മനസ്സിനെ പുതുക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുമ്പോൾ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മുടെ മനസ്സിനെ പുതുക്കുന്ന കാര്യമൊക്കെയാണ് അവിടെ റോമർ 12 2 വാക്യത്തിൽ വായിക്കുന്നത്. അവിടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നൊക്കെയാണ് നമ്മളെ പല പരിഭാഷകളിലും വായിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ കറക്റ്റ് ഗ്രീക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു BBE ട്രാൻസ്ലേഷൻ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബി ട്രാൻസ്ഫോംഡ് ആൻഡ് ചേഞ്ച് യുവർ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിൽ ഒരു രൂപാന്തരം കൊണ്ടുവരുമ്പോൾ പിന്നെ നമ്മളുടെ ചിന്തകളിൽ ഒരു രൂപാന്തരം വരുന്ന ഒരു കാര്യം. അത് BBE ട്രാൻസ്ലേഷനിൽ എക്സാക്റ്റായിട്ട് ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഞാനൊന്ന് വായിച്ചോട്ടെ. ഇങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ബി ചേഞ്ച്ഡ് ആൻഡ് മെയ്ഡ് ന്യൂ ഇൻ മൈൻഡ്. നമ്മളുടെ ആത്മാവിലൊരു ഇവിടെ ബൈ ദ റിന്യൂയിങ്, ബൈദ എന്നുള്ള ആ വാക്ക് ശരിക്കും ഹോ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ മാത്രമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോ എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിക്കിൾ, ഒരു ആൻഡും അല്ല, ഒരു ആർട്ടിക്കിൾ, ദ എന്നൊക്കെ പറഞ്ഞ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ ഹോ എന്നുള്ളൊരു കാര്യമേ ഗ്രീക്കിൽ ഒറിജിനലുള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിലൊരു ട്രാൻസ്ഫോർമേഷൻ, ആത്മാവിൽ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ജീവരസം കൊണ്ട് നിറയ്ക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ ആ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് വഴിഞ്ഞൊഴുകി പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നു. അപ്പോൾ നമ്മളുടെ ദേഹിയിലേക്ക്, നമ്മുടെ മനസ്സിലപ്പം മനസ്സിലെ ചിന്തകൾ കർത്താവ് നവീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കൃപ എല്ലാത്തിലും മതിയായതാണ്. ദൈവം എനിക്ക് കഴിഞ്ഞു കൂടെയൊന്നും അനുവദിക്കത്തില്ല. ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കും. അപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ അങ്ങ് പോകുന്നു. അസ്വസ്ഥത, എൻ്റെ ആകുല ചിന്തകൾ, എനിക്ക് വല്ലാതെ മുഷിവും കയ്പും വിദ്വേഷവും അസ്വസ്ഥതയൊക്കെ വരുന്നതൊക്കെ അങ്ങ് ഒന്നുമില്ല, ഇത് ചെറിയ കാര്യം, ഞാൻ സ്വർഗത്തിൻ്റെ വീക്ഷണകോണിൽ കൂടെ കാണുന്ന കാര്യമായിരിക്കും കർത്താവ് അപ്പം നമ്മളെ ഉറപ്പിക്കുന്നത്. അപ്പം അങ്ങനെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് ഈ ഇത്തിരിക്ക കാര്യത്തിനാണോ ഞാൻ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യം? അപ്പം നമ്മളുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ രൂപാന്തരപ്പെടുമ്പോൾ, നമ്മളുടെ മനസ്സ് പുതുക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മളുടെ വികാരങ്ങളിലും ഉള്ള ഒരു ടെൻഷനും വെപ്രാളവും ദേഷ്യവും കോപവും ഒക്കെ അങ്ങ് മാറുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് നമ്മുടെ വികാരങ്ങൾ വരുന്നു. അപ്പോൾ നമ്മളുടെ തീരുമാനങ്ങൾ, ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും നമ്മുടെ ദേഹിയിലുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആത്മാവിൽ നിന്ന് നമ്മുടെ ചിന്തകളിലേക്ക്, പിന്നെ നമ്മുടെ വികാരങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഒരു ശാന്തതയും സമാധാനവും ഒക്കെ നമ്മുടെ വികാരങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. പിന്നെന്താ, നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മൾ എന്താണോ കർത്താവ് സംസാരിച്ചതുപോലെ ആ ഒരു സൗമ്യതയോടെ സംസാരിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് കാര്യങ്ങൾ നോക്കി കണ്ടതുപോലെ നമ്മളുടെ ആ തീരുമാനങ്ങളിൽ എന്ത് പറയണം, എങ്ങനെ നോക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആ കാര്യത്തിലൊക്കെ കർത്താവിൻ്റെ പരിപൂർണഹിതം, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്ന കാര്യമൊക്കെ ആ റോമർ 12:2 നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ കർത്താവ് നമ്മളിൽ വസിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ഫലം കായ്ക്കുന്നു. നമ്മുടെ ഫലം കായ്ക്കുന്നു പറഞ്ഞാൽ എന്താ, നമ്മളുടെ ജീവിതത്തിലെ ഫലം പ്രാഥമികമായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഫലം നമ്മളെപ്പോഴും പറയാറുണ്ട്. ഗലാത്യർ 5:22-23 നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ സ്നേഹം, സന്തോഷം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലിസ്റ്റ് ആ 9 കാര്യങ്ങൾ. പിന്നെ വിശ്വസ്തയും കൂടി ചേർത്ത് പറയുവാണെങ്കിൽ 10 കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. ഗലാത്യറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ആ ഫലം കായ്ക്കുന്ന പോർഷനാണ് നമ്മൾ ആഴ്ചകളായിട്ട് മാസങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫലം അവിടെ ഫലം എന്നുള്ള സിംഗുലറായിട്ട് അവിടെ ഗലാത്യർ 5:22 പറയുന്ന ആ കാര്യത്തിലേക്ക് നമ്മളൊന്ന് വരുവാണെങ്കിൽ എന്താ, കർത്താവിൻ്റെ സ്നേഹം, നമ്മളുടെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് നമ്മളുടെ വികാരങ്ങളിലും തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളപ്പം എന്ത് ചെയ്യുന്നു, എന്ത് ഡിസൈഡ് ചെയ്യുന്നു, ആ കാര്യങ്ങൾ സ്നേഹത്തിൽ തീരുമാനിക്കാൻ നമുക്ക് കഴിയുന്നു. വാട്ട് എവർ യു ഡു ഇറ്റ് ഇൻ ലെറ്റ് ഇറ്റ് ബി ഡൺ ഇൻ ലവ്. 1 കൊരിന്ത്യർ 16 അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മൾ ഫലം കായ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, സ്നേഹത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഗലാത്യർ 5:22 ആദ്യം എന്താ നമ്മൾ വായിക്കുന്നത്, സ്നേഹം. അവിടെ നിങ്ങൾ എന്ത് ചെയ്താലും അത് സ്നേഹത്തിൽ ചെയ്യുമെന്ന് നമ്മളെവിടെ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 16:14 വാക്യം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ലെറ്റ് ഓൾ ദാറ്റ് യു ഡു ബി ഡൺ ഇൻ ലവ്. നമ്മൾ വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതായിരിക്കും, മക്കളുടെ പഠിത്തത്തിൻ്റെ കാര്യം നോക്കുന്നതായിരിക്കും, അവരെ സ്കൂളിൽ കൊണ്ടുവിടുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ അപ്പനന്മാരോടുള്ള ഉത്തരവാദിത്തമാവട്ടെ, നമ്മളുടെ ഭാര്യ ജീവിത പങ്കാളികളുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ജോലിയിലുള്ള കാര്യങ്ങൾ, നമ്മളെ സഭയിലുള്ള ഉത്തരവാദിത്തങ്ങൾ, എന്ത് ചെയ്താലും
അതൊരു പരാതി പിറകപ്പോൾ ഇതിങ്ങനെയാണല്ലോ, ഇങ്ങനെ എനിക്ക് ആരുമില്ല സഹായിക്കാൻ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ എന്നെ ഇങ്ങനെ തന്നെ വിട്ടിട്ട് ഈ മറിയ എവിടെ ഇരുന്ന് ഭജന കേട്ടോണ്ടിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞ് അവർ മാർത്തയുള്ള അജിറ്റേറ്റഡ് ആയിട്ടല്ല. വാട്ട് എവർ യു ഡു ഇറ്റ് ഇൻ ലവ്. അപ്പോൾ ഫലം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം നമ്മൾ നിറഞ്ഞു കഴിയുന്നു. പരസ്പരം നമ്മളുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മക്കളോട്, അപ്പനമ്മമാരോട്, സഹോദരങ്ങളോടുള്ള സ്നേഹം. അപ്പോൾ സ്നേഹം. പിന്നെന്താ രണ്ടാമത്തെ ഫലം? എന്താ ഫലത്തിന് രണ്ടാമത്തെ ഭാഗം? ഒരു ഓറഞ്ചിൻ്റെ 9 അല്ലി എന്ന് പറയുന്നത് പോലെ രണ്ടാമത്തെ ഫലം സ്നേഹം, സന്തോഷം. കർത്താവിനുള്ള ഒരു സന്തോഷം. കർത്താവിൻ്റെ സന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പരിപൂർണത എന്നൊക്കെ നമ്മൾ അവിടെ സങ്കീർത്തനം 16:11 നമ്മൾ വായിക്കുന്നുണ്ട്. ഫുൾനെസ് ഓഫ് ജോയ് ഇൻ ദി ലോർഡ്സ് പ്രസൻസ്. കർത്താവിൻ്റെ സന്തോഷമാണ് എൻ്റെ ബലം എന്നൊക്കെ നെഹമ്യാവ് 8:10 നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു കർത്താവിലുള്ള സന്തോഷം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പേനയൊക്കെ ഉണ്ടെങ്കിൽ എഴുതിക്കാം. പേപ്പർ വേണോ? കുഴപ്പമില്ല, ഇങ്ങനെ ഓർത്തില്ല. അപ്പം അങ്ങനെയുള്ള സ്നേഹവും സന്തോഷവും സ്നേഹവും സന്തോഷം. അപ്പോൾ അവർ നെഹമ്യാവ് 8:10 ആ ഒരു ആ ഒരു കർത്താവിലുള്ള സന്തോഷവും നമ്മളുടെ ബലവും എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പം നമ്മൾ ഫലം കായ്ക്കുക എന്ന് പറയുമ്പം എന്തോ ഒരു ഫലം കായ്ക്കുന്ന ആലങ്കാരികമായിട്ട് ദൈവം എന്തോ പറഞ്ഞിട്ട് പോയി എന്നുള്ളതല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നുണ്ട്, കർത്താവിലുള്ളൊരു സന്തോഷം നമ്മളിൽ എത്രമാത്രം ഉണ്ട്. ഓരോ സാഹചര്യങ്ങളിലും എപ്പോഴും സന്തോഷിപ്പിൻ. പിന്നെയും ഞാൻ പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ. ഫിലിപ്പിയർ 4:4 നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഒരു നിറഞ്ഞു കവിയുന്നൊരു സന്തോഷം. എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടാകുന്നു, ചില താമസങ്ങൾ, ചില ഡിലേ, നമ്മൾ ചില പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ഒരു ഗ്രീൻ സിഗ്നൽ കാണുന്നില്ല, ചിലപ്പോൾ റെഡ് സിഗ്നലോ ഓറഞ്ച് സിഗ്നലോ ഒക്കെ ആയിരിക്കും, വെയിറ്റ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും. പക്ഷേ ആ സമയത്തൊക്കെ കർത്താവെല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യും. ശരിയാണ്, എനിക്കിത് സ്വാഭാവികമായിട്ട് കുറച്ച് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ കർത്താവെ അവിടെ നിന്നാണല്ലോ ഇത് അനുവദിച്ച്, കർത്താവെ അങ്ങനെയാണല്ലോ, കർത്താവെ അങ്ങനെയുള്ളൊരു സന്തോഷം, ഇത് എന്നെ സന്തോഷം എടുത്തുകൊണ്ട് പോകാൻ ഇടയാകരുത്. എനിക്കിവിടെ അവിടുത്തെ ഫലം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടായിരിക്കണം. എൻ്റെ സന്തോഷം അത് നിറഞ്ഞു കവിയാൻ വേണ്ടി, എൻ്റെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാൻ, ആ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടി ഞാനിത് പറയുന്നതെന്നൊക്കെ ഇപ്പം ഇതേ യോഹന്നാൻ 15:11 നമ്മൾ വായിച്ചായിരുന്നല്ലോ. അപ്പം സന്തോഷം, സ്നേഹം, സന്തോഷം, പിന്നെ സമാധാനം. കർത്താവിൻ്റെ ആ ഒരു സമാധാനം. എന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും, എന്തെല്ലാം കർത്താവ് സഞ്ചരിക്കുന്ന തോണി അതെല്ലാം അറിയാൻ പോകുന്നു, കാറ്റടിക്കുന്നു, കോളടിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ. കർത്താവിനെ അവർ മലയുടെ മണ്ടയ്ക്കൊന്ന് തള്ളിയിടാൻ നോക്കുന്നു, അവർ കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഒരു സമാധാനത്തിലൊരു ഫ്ലക്ച്വേഷൻ ഇല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കറണ്ടിൻ്റെ പ്രശ്നം വരുന്നു, ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ചില മഴയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചില പ്ലംബിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, വേറെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ചിലപ്പം പല തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ദൈവമേ അവിടുത്തെ പരമാധികാരത്തിൻ്റെ കീഴിലാണ് ഇതെല്ലാം സംഭവിച്ചു, അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം കർത്താവേ അങ്ങയുടെ ബലമുള്ള കരത്തിൻ കീഴിൽ ഞാനങ്ങ് താണിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ജീവരസം നമ്മൾ ആ ഓരോ സാഹചര്യത്തിലും കർത്താവിനങ്ങ് വസിക്കുമ്പോൾ, കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ, ഒരു പൂജ്യമായിട്ട് താഴ്ത്തി സമർപ്പിക്കുമ്പോഴാണ് ഞാൻ കർത്താവിൽ വസിക്കുന്നത്. ആത്മാവിൻ്റെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിലേക്ക് വന്ന് നിറയുന്നു, അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിലേക്ക് വന്ന് നിറയുന്നു എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞ് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നൊരു പ്രതീതി. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിലേക്ക് വന്ന് നിറയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്വർഗസിംഹാസനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നൊരു പ്രതീതി. അവിടെ സ്നേഹത്തിൻ്റെ പൂർണ്ണത, സന്തോഷത്തിൻ്റെ പൂർണ്ണത, സമാധാനത്തിൻ്റെ പൂർണ്ണത. അവിടെ ഒരു പളുങ്ക് കടലാണ്, അത് സീ ഓഫ് ഗ്ലാസ് എന്നൊക്കെയാണ് നമ്മളത് വെളിപ്പാട് 15 2 വാക്യമൊക്കെ നമ്മൾ ഒത്തിരി തവണ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല, അവർ അലഞ്ഞു തിരിഞ്ഞ് ടോസിങ് സീ മാതിരി തിരിഞ്ഞു മറിഞ്ഞ് ഇളകുന്ന കടൽ പോലെയാണ് അവരുടെ ഹൃദയം എന്നൊക്കെയാണ് യെശയ്യാവ് 57:20 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ ഭയങ്കര ചേറും ചെളിയും ഒക്കെ പല കാര്യങ്ങളും അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള അതുപോലുള്ള കടലാണ് ദുഷ്ടന്മാർ. നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ജഡത്തിലെ ദുഷ്ടതയാ അതിനാ മേൽക്കോയ്മ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം ഒരു സമാധാനമില്ലാതെ അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കുമെന്ന് നമ്മളവിടെ എങ്ങനെ പറഞ്ഞ കർത്താവെ അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് കർത്താവിനങ്ങനെ താണു കൊടുക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു സമാധാനം തരും. അത് പളുങ്ക് കടൽ, കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പായിട്ട് പളുങ്ക് കടൽ, തീ കലർന്ന പളുങ്ക് കടലാണെന്നൊക്കെയാണ് നമ്മൾ വെളിപ്പാട് 15 വാക്യത്തിൽ വായിക്കുന്നത്. തീ കലർന്ന, അതായത് പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണതയുണ്ട്, പളുങ്ക് കടൽ, അവിടെ കൃപയുണ്ട്. കൃപ എന്ന് പറയുമ്പോൾ പളുങ്ക് കടൽ,
സത്യം എന്ന് പറയുമ്പോൾ അവിടെ തീ കലർന്ന പളുങ്ക് കടല, അവിടെ അതുപോലുള്ളൊരു സമാധാന സ്വസ്ഥത, ഒരു തിരമാലകളൊന്നും ഇല്ലാതെ ഒരു പളുങ്ക് കടൽ, സീ ഓഫ് ഗ്ലാസ്, ഒരു ഗ്ലാസ് എൻ്റെ കടലെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അലകളൊന്നും ഇല്ലാത്ത, അതുപോലെ അവിടെയാണ് ജയാളികൾ അതിൻ്റെ മേൽ നിന്ന് നമ്മൾ വെളിപ്പാട് 15:2 മലയാളത്തിൽ പളുങ്ക് കടലിന് അരികെ നിൽക്കുന്നതും കണ്ടു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ എപ്പി എന്ന് പറയുന്നൊരു വാക്ക ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്, ഓൺ, അപ്പോൺ, അതായത് പളുങ്ക് കടലിൻ്റെ മീതെ അവർ നിൽക്കുന്നത് എന്നാണ് കറക്റ്റായിട്ട് ട്രാൻസ്ലേഷൻ. പളുങ്ക് കടലിൻ്റെ മേലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ജയിക്കുന്നവർ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ മുന്നിലുള്ള ഈ പളുങ്ക് കടലിൻ്റെ മേലാണ് നിൽക്കുന്നത്. കർത്താവ് ആ കടലിൻ്റെ മേലെ നടന്നു വന്നു, ഈ ലോകമാകുന്ന കടലിൻ്റെ ആ ലോക വ്യവസ്ഥയ്ക്ക് മേലെ നടന്നു വന്നു. അപ്പോൾ ആ ഒരു കർത്താവിൻ്റെ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം, കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരു സമാധാനം ലോകക്കാർക്കും ഉണ്ട്. അത് ബുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റുന്ന സമാധാനം. എന്നാൽ കാര്യങ്ങൾ എല്ലാം ഇതിനായിട്ടിരിക്കുമ്പോഴും, കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞിരിക്കുമ്പോഴും, എല്ലാം ഒരു ക്ലൂ ഇല്ലാതെ എങ്ങോട്ടോ പോകുന്നത് പോലെ, എന്തൊക്കെയോ പോകുന്ന പോലെ, ഒരു ചുക്കാനില്ലാത്ത പോലെയൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോഴും യേശുവിലൊരു സമാധാനം. കർത്താവ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചിട്ടുണ്ട്, കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കും, കർത്താവ് കഴിഞ്ഞ കൂടെ ഒന്നും അനുവദിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ കർത്താവെല്ലാം കർത്താവിൻ്റെ കൺട്രോളിലാണ് ഉള്ളത്. എനിക്കൊന്നും അറിയത്തില്ലെങ്കിലും കർത്താവ് അവിടെ നിന്നെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് അവിടുത്തെ ടൈമിങ്ങിൽ, അവിടുത്തെ സമയത്തിനനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്നെല്ലാം നടത്തും. അപ്പം അവിടെ എനിക്കൊരു സമാധാനമുണ്ട്. അപ്പം ഗലാത്യർ 5 നമ്മളിപ്പം യോഹന്നാൻ 15 കർത്താവ് വളരെ ഫലം കായ്ക്കും എന്നുള്ള പറഞ്ഞ കാര്യങ്ങൾ, ആ ഫലം നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം ഒന്നുകൂടെ ഒന്ന് കാണുമായിരുന്നു. കുറേ നാൾക്ക് ശേഷം നമ്മൾ ഈ മാസങ്ങളായിട്ട് ഫലം കായ്ക്കും എന്ന് പറയുമ്പോൾ എന്ത് ഈ ഫലം കായ്ക്കുന്നേ, മാങ്ങയോ ചക്കയോ തേങ്ങയോ എന്ത് ഫലമാണ്? സ്നേഹം, സന്തോഷം, സമാധാനം. അത് ഇപ്പോൾ ആദ്യത്തെ ഫലത്തിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ 9 അല്ലിയുടെ 3 അല്ലി നമ്മൾ പൊളിച്ചു, 3 അല്ലി എല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ 4ാമത്തെ അല്ലി ഗലാത്യർ 5 22ാമത്തെ വാക്യം പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ രോഗികളിൽ നിന്നുള്ള പേഷ്യൻസ് അല്ല, ദീർഘക്ഷമ. അതായത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടന്നാലും അവിടെ മാക്രോതേമിയ എന്നുള്ളൊരു വാക്കാണ്. എന്നുവെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടന്നാലും നമ്മൾ ആ ഒരു ക്ഷമ, ദീർഘക്ഷമ, വെറും ക്ഷമയിലെ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു, മറ്റുള്ളവരെ സഹിക്കുന്നു. നമ്മളിപ്പോൾ ഇന്ന് പാടിയതുമല്ല, ലാളിപ്പാനും പാലിപ്പാനും, എൻ്റെ ബുദ്ധിഹീനതയൊക്കെ സഹിപ്പാനും ഒക്കെ കർത്താവ് നമ്മളെ എത്ര ബുദ്ധിഹീനതയാണ് സഹിച്ച്. അപ്പോൾ മറ്റുള്ളവരെ ചിലപ്പോൾ നമുക്കൊന്ന് സഹിക്കുന്നു, ഇവരെ കൊണ്ട് തോറ്റു നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് പോലെ എന്താ ചില ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങ് ടോളറൻസ് ലിമിറ്റൊക്കെ അങ്ങ് പോയി, എൻഡ്യൂറൻസ് ലിമിറ്റൊക്കെ അങ്ങ് പോയി, അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് അങ്ങ് നമ്മൾ പോവാം. എന്നാൽ അത് ശരി, കർത്താവ് എന്നെ എത്രത്തോളം സഹിക്കുന്നു, പിന്നെ എന്തെല്ലാം വീഴ്ചകൾ, എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷവും കർത്താവെ അങ്ങേ എത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം അവിടുന്ന് സഹിക്കുന്നുണ്ടല്ലോ. അപ്പം മറ്റുള്ളവരെയും അങ്ങനെ സഹിക്കുന്ന ആ ഒരു മറ്റുള്ളവരോടുള്ള ബന്ധത്തിലുള്ളൊരു ക്ഷമ, പിന്നെ നമ്മളോടുള്ള ബന്ധത്തിലുള്ളൊരു ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി വീഴ്ചകളും താഴ്ചകളൊക്കെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകും. ഇത് ഇത്രയൊന്നും നടക്കത്തില്ല, എനിക്ക് ജയിക്കാനൊന്നും പറ്റത്തില്ല, പാപത്തെ ജയിക്കുന്നതൊക്കെ വെറും കിട്ടാക്കനെയാണ്, ഇവർ വെറുതെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്ന കുറേ ഉടായ്പ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ വിട്ടിട്ട് പോകുന്ന ഒരു ക്ഷമയില്ലായ്മയുണ്ട്. പക്ഷെ നല്ല നിലത്ത് ഫലം കായ്ക്കുന്നവർ, അവർ നല്ല ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വചനം മുറുകെ പിടിച്ച് ക്ഷമയോടെ ഫലം കായ്ക്കുമെന്നാണ് നമ്മൾ ലൂക്കോസ് 8:15 നമ്മൾ വായിക്കുന്നത്. ക്ഷമയോടെ, വിത്ത് പെർസിവറൻസ്. അത് പരിശുദ്ധാത്മാവാണ് നമുക്കൊരു പെർസിവറൻസ്. അതായത് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മുടെ വീഴ്ചകളും താഴ്ചകളൊക്കെ വരുമ്പോഴും നമ്മൾ അക്ഷമരായിട്ട് പോകുന്നില്ല. ബാക്കിയുള്ളവരുടെ വീഴ്ചകളും താഴ്ചകളും വരുമ്പോഴും അവരെ നമുക്ക് സഹിക്കാനും, അതെ കർത്താവിൻ്റെ ആ ഒരു ശരിയാണ്, ചില സമയത്ത് നമ്മൾ കർക്കശതയോടെ ചില കാര്യങ്ങൾ പറയുകയോ ഇടപെടുകയൊക്കെ വേണം. പക്ഷേ അതൊരു ക്ഷമ പോയിട്ടല്ല, മറിച്ച് കർത്താവിൻ്റെ ക്ഷമയോടുകൂടി തന്നെ കർത്താവിൻ്റെ ആ ഒരു തീക്ഷ്ണതയോടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം. അപ്പം ആ ഒരു ദീർഘക്ഷമ, അങ്ങനെ ഒരു ഫലം നമ്മളുടെ ജീവിതത്തിൽ അധികമായിട്ട് നമ്മൾ കായ്ക്കേണ്ടതായിട്ടുണ്ട് കർത്താവിൽ വസിക്കുമ്പോൾ. പിന്നെന്താ, കൈൻഡ്നെസ്, ദയ. കർത്താവിൻ്റെ മനസ്സിൽ, കർത്താവിൻ്റെ ദയ എന്ന് പറയുമ്പം ആ ഒരു മൂഡ് വിത്ത് കമ്പാഷൻ ജീസസ് ടച്ച്ഡ് ദാറ്റ് അൺടച്ചബിൾ ലെപ്പർ ആൻഡ് ഹീൽഡ് എന്ന് നമ്മൾ മർക്കോസ് 1:40, 41, 42 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടെ ആരും സ്പർശിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കുഷ്ഠരോഗികൾ അന്ന് ആരും സ്പർശിക്കത്തില്ലായിരുന്നു. എന്നാൽ അസ്പൃശ്യരായിരുന്നു, എന്ന് വെച്ചാൽ കുഷ്ഠം പകരും. അപ്പോൾ അവർ അതൊരു അന്ന് ഇസ്രായേലിൻ്റെ അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് അവർ പാളയത്തിന് പുറത്തായിരുന്നു.
എന്നാൽ കർത്താവിന് ഗിരിപ്രഭാഷണമൊക്കെ കേട്ടതിന് ശേഷം മത്തായി 8-ാം അധ്യായത്തിൽ നമ്മളത് അതിൻ്റെ കറസ്പോണ്ടിങ് പോർഷൻ മർക്കോസിൽ 1:40 വായിക്കുന്ന അതേ കാര്യം മത്തായി 8 വായിക്കുമ്പം മത്തായി 5-6-7 ഗിരിപ്രഭാഷണമൊക്കെ കഴിഞ്ഞ് കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തായി കുഷ്ഠരോഗി ചെല്ലുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഈ വലിയ വലിയ ഗിരിപ്രഭാഷണത്തിൻ്റെ വലിയ വലിയ സ്റ്റാൻഡേർഡൊക്കെ കണ്ടിട്ടും കർത്താവിനുള്ള എന്തോ ആ ഒരു വലിയ ദിവ്യ സ്വഭാവം, കർത്താവിൻ്റെ ആ ഒരു ക്ഷമ, കർത്താവിൻ്റെ ആ ദയ, മനസ്സലിവ്, കമ്പാഷൻ, അത് ബാക്കി പരീക്ഷന്മാരുടെ നിന്ന് ഇടയിലത്ത് പോലും പോകാൻ ഈ കുഷ്ഠരോഗിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷേ ഇദ്ദേഹത്തിനടുത്ത് ഇദ്ദേഹം വലിയ വലിയ വിശുദ്ധിയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് ജീവനുള്ള വാക്കുകളാണ്. അതുകൊണ്ട് ഇവിടെ പോയാൽ എനിക്ക് എന്തോ ഒരു വിടുതൽ കിട്ടുമെന്നുള്ളൊരു ഉൾപ്രേരണയിൽ അദ്ദേഹം ആ കുഷ്ഠരോഗിയായിട്ടുള്ള ആ മനുഷ്യൻ, കുഷ്ഠം നിറഞ്ഞവനായ മനുഷ്യൻ എന്നൊക്കെയാണ്, ഫുൾ ഓഫ് ലെപ്രസി എന്നൊക്കെ നമ്മൾ ലൂക്കോസ് 5:12 അതേ പോർഷൻ വായിക്കുന്നത്. അപ്പം അവൻ ചെല്ലുമ്പോൾ കർത്താവ് കരം നീട്ടി സ്പർശിച്ച്, നമ്മളുടെ ജീവിതത്തിലും കർത്താവിൻ്റെ ദയവ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ, ദയവ് നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുള്ളവരല്ലോ എന്നൊക്കെ നമ്മൾ 1 പത്രോസ് 2:3 വായിക്കുന്നുണ്ട്. വി ഹാവ് ഇൻഡീഡ് ഇഫ് ഇൻഡീഡ് വി ഹാവ് ടേസ്റ്റഡ് ദ കൈൻഡ്നസ് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ ദയവ് നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരോട് ഒരു ദയവുള്ളവരായിട്ട്. ശരിയാണ്, ചില പലർക്കും കുറവുകളുണ്ട്, പലരുടെയും പെരുമാറ്റം ചില പരുഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും അവരോട് അവരായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ, അവർ കടന്നു പോകുന്ന ഒരവസ്ഥയെ ഞാനായിരുന്നു കടന്നു പോകുന്നതെങ്കിൽ ഞാൻ ഇതിനെക്കാട്ടി മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് എനിക്ക് ദയവുള്ളവരായിട്ട്, മനസ്സിലുള്ളവരായിട്ട്, ബി മേഴ്സിഫുൾ ജസ്റ്റ് ആസ് എ ഹെവൻലി ഫാദർ ഇസ് മേഴ്സിഫുൾ എന്നൊക്കെ ലൂക്കോസ് 6:38 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ പിതാവ് നമ്മളോട് മനസ്സിലുള്ളവരായിരുന്ന പോലെ ആ മനസ്സിലിവ്, ആ ദയ, ആ കൈൻഡ്നസ്, അത് കർത്താവിനെ നമ്മളെല്ലാം ഒന്ന് നിറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ പരോപകാരം, ആ ഗുഡ്നെസ്, നന്മ, പരോപകാരം അല്ലെങ്കിൽ നന്മ, മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യുന്ന, കർത്താവ് നന്മ ചെയ്തുകൊണ്ട് ചുറ്റും സഞ്ചരിച്ച് നടന്നു എന്നൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 10:38 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് എവിടെ പോയാലും എൻ്റെ കാര്യമൊന്നുമല്ല, മറ്റുള്ളവർക്കത് അതിനൊരു പ്രയോജനം കർത്താവ്, മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു നന്മ ചെയ്യാനൊക്കും, എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാനൊക്കും, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് അതിനെ കൊണ്ട് പറ്റുന്ന നന്മ ചെയ്യുവാനുള്ള കർത്താവിൻ്റെ ഒരു മനസ്സ്, പരോപകാരം, ഗുഡ്നെസ്, നന്മ. പിന്നെ വിശ്വസ്തത, പിസ്റ്റസ് എന്നുള്ളൊരു ഗ്രീക്ക് വാക്ക് നമ്മളിപ്പോഴും പറയുന്ന പോലെ വിശ്വാസം എന്നാൽ അത് ഗ്രീക്കിൽ, അതായത് ഇവിടെ ന്യൂ ടെസ്റ്റമെൻറ്റിൽ അത് 244 തവണയാണ് ഈ പിസ്റ്റസ് എന്നുള്ള വാക്ക് ഈ ന്യൂ ടെസ്റ്റമെൻറ്റിൽ, പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 244 തവണ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഈ പിസ്റ്റസ് എന്നുള്ള വാക്ക് 239 പ്രാവശ്യവും KJV-യിൽ ഫെയ്ത്ത് എന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ ചിലയിടങ്ങളിൽ അഷ്വറൻസ്, ബിലീഫ്, ഫിഡിലിറ്റി അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കർത്താവ് സാധാരണ നിൻ്റെ വിശ്വാസം പോലെ ആവട്ടെ എന്നോ അല്ലെങ്കിൽ മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കാണുമോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഈ പിസ്റ്റസ് എന്നുള്ള വാക്ക് ഗ്രീക്കിൽ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്. അതേ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിശ്വാസം എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് പരിഭാഷ. പിന്നെ വിശ്വസ്തത എന്നുള്ളൊരു ഷെയ്ഡ് ഓഫ് മീനിങ് കൂടെ ഉണ്ട്. വിശ്വസ്തതയായാലും വിശ്വാസമായാലും എല്ലാം. എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് വിശ്വസ്തത ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസം കർത്താവിൽ ഏതൊരു സമയത്തും കർത്താവിലുള്ളൊരു വിശ്വാസം, എൻ്റെ ദൈവം എല്ലാം ചെയ്യും, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല എന്നുള്ളൊരു വിശ്വാസം. നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളാവട്ടെ, ബാക്കി എന്തെല്ലാം പ്രതിസന്ധികളാവട്ടെ, അവിടെ കർത്താവിൻ്റെ സ്നേഹത്തിലും കർത്താവിൻ്റെ ശക്തിയിലും കർത്താവിൻ്റെ ജ്ഞാനത്തിലും ഒക്കെ ഉള്ളൊരു വിശ്വാസം. കർത്താവ് സ്നേഹിക്കുന്നു, അവിടുന്ന് എല്ലാം അറിയുന്നു, അവിടുത്തെ ജ്ഞാനത്തിൽ അവിടുത്തെ എല്ലാം ചെയ്യാൻ കഴിയും, അവിടുത്തെ ശക്തിയിലൊക്കെയുള്ള എൻ്റെ ആ ഒരു വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം, ആ വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് എന്നിൽ നിന്ന് നിറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് വിശ്വസ്തതയും ഉണ്ട് അതിൻ്റെ കൂടെ. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതനുസരിക്കുന്നു, ഫെയ്ത്ത്ഫുള്ളായിട്ട് നമ്മൾ വിശ്വസ്തരായിട്ട്, കർത്താവ് ഫലമേൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരായിട്ട്, അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും അവനെ വിചാരകനാക്കും എന്നൊക്കെ നമ്മൾ ലൂക്കോസ് 16:10 മെമ്മറി വേഴ്സായിട്ടൊക്കെ കുറച്ച് ആഴ്ചകൾ മുമ്പൊക്കെ നമ്മൾ ആ വാക്യമൊക്കെ ലൂക്കോസ് 16:10 നമ്മൾ പഠിച്ചായിരുന്നു. ആ വിശ്വസ്തത എല്ലാ കാര്യത്തിലും, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിലാവട്ടെ, നമ്മുടെ വാക്ക് പാലിക്കുന്ന കാര്യത്തിലൊക്കെ ഉള്ള വിശ്വസ്തത, അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് വരുന്ന കാര്യം. പിന്നെ സൗമ്യത എന്ന് പറയുമ്പോൾ എല്ലാത്തിലും നമുക്ക് എംബോഡിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സഫലീകരണമായിട്ട് ഇപ്പം ചിലർ പറയും, അത് അങ്ങേരെ അഹങ്കാരത്തിന് ആൾരൂപമാണെന്ന് പറയുന്ന പോലെ സൗമ്യത എന്ന് പറയുമ്പോൾ സൗമ്യതയുടെ ആൾരൂപം ആരാന്ന് ചോദിച്ചാൽ യേശു കർത്താവ്. സൗമ്യത ഒരു മനുഷ്യവേഷം എടുത്ത് നടന്നാൽ അത് കർത്താവ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ. അത് ശരിക്കും അതിൻ്റെ മലയാളത്തിൽ ഹൃദയത്തിൽ എന്നുള്ളൊരു വാക്കും കൂടെ അവിടെ സത്യവേദ പുസ്തകത്തിൽ വിട്ടുപോയിട്ടുണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലും ഗ്രീക്കിലും എല്ലാം കാർഡിയ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഹാർട്ട്, ഹൃദയത്തിൽ സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയുള്ളവനാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ താഴ്മ,
നമ്മൾ ദൈവമുമ്പാകെ ഉള്ള ഒരു നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 9 ഗുണഗണങ്ങളുടെ കൂട്ടത്തിലെ താഴ്മ നമ്മളെപ്പോഴും പറയുന്ന ക്രിസ്ത്യ ജീവിതത്തിന്റെ സീക്രട്ട് താഴ്മയാന്ന് പറയും. പക്ഷേ അത് പരിശുദ്ധാത്മാവിന്റെ ഫലത്തിലില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താ? നമ്മൾ ശാക്തീകരണത്തിന് കേട്ടിട്ടുള്ളത് പോലെ ഇതെല്ലാം ഫലം കായ്ക്കുന്ന ഗ്രൗണ്ടാണ് താഴ്മ. എനിക്ക് ആൻഡ്രൂ മുറെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ ഫലങ്ങളും കായ്ക്കുന്ന ആ ഗ്രൗണ്ട്, നമ്മൾ ദൈവമുമ്പാകെ നമ്മളെ തന്നെ വട്ടപൂജ്യമായിട്ട് 0 ആയിട്ട് എണ്ണുന്ന ആ ഒരു അവസ്ഥയാണ് താഴ്മ എന്ന് പറയുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞ് ഈ ഫലങ്ങളെല്ലാം കായ്ക്കുന്നത്. അപ്പം അവിടെ നമ്മൾ ദൈവമുമ്പാകെ താഴ്മയോടായിരിക്കുമ്പോൾ അത് സൗമ്യതയായിട്ട് പുറത്തു വരും. നമ്മൾ മറ്റുള്ളവരോടുള്ള ഇടപെടൽ ശരിയാണ്. ചില സമയത്ത് നമ്മൾ ഫേമായിട്ട് ചില സ്റ്റാൻഡ് എടുക്കുകയും ഫേമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുള്ള ഒരു ആത്മാവിൻ്റെ കർക്കശത്തോടെ പെരുമാറേണ്ട കർത്താവ് ചാട്ടവാർ എടുത്തതുപോലെ ചാട്ടവാർ എടുക്കേണ്ട ചില സമയങ്ങളുണ്ട്. എന്നാൽ അതൊരു നമ്മുടെ കോപത്തിലോ നമ്മുടെ സ്വയം നിയന്ത്രണം വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് നമ്മുടെ ക്ഷമ നശിച്ചിട്ടുള്ള ഒരു ചാട്ടവാറല്ല, മറിച്ച് അത് സൗമ്യതയോടുകൂടിയുള്ള ചാട്ടവാർ. കർത്താവിൻ്റെ സൗമ്യതയ്ക്ക് കർത്താവ് ചാട്ടവാർ എടുത്ത് ദേവാലയം ശുദ്ധമാക്കിയപ്പോഴും കർത്താവിൻ്റെ സൗമ്യതയ്ക്ക് യാതൊരു കോട്ടവും പറ്റില്ല. കർത്താവ് നിങ്ങൾ വെള്ളയടിച്ച് കുഴിമാടങ്ങളെ സർപ്പസന്തതികളെ എന്നൊക്കെ മത്തായി 23-ാം അധ്യായത്തിലൊക്കെ അവരെ ഭർസിക്കുമ്പോഴും ഒന്നും കർത്താവിൻ്റെ സൗമ്യതയ്ക്ക് യാതൊരു കോട്ടവും തട്ടിയില്ല. അപ്പോഴും കർത്താവ് പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞതിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സൗമ്യത. അപ്പം ആ ഒരു സൗമ്യത, അതായത് കർത്താവ് ഒരു ആടിനെ പോലെ ആക്രൂശിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കുന്ന, രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ ഒരു ആടിനെ പോലെ തന്നെ ക്രൂശിക്കുന്നതിന് മുമ്പാകെ കർത്താവ് ബാക്കിയുള്ള എല്ലാ അന്നത്തെ ക്രൂശിതന്മാർ, അന്നത്തെ ക്രിമിനൽസിന് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട കുറ്റവാളികളെയാണ് അവർ ക്രൂശിക്കുന്നത്. അപ്പം അവരെല്ലാം ഭയങ്കരമായിട്ട് മസിൽ പിടിച്ച് കാണും ഈ ആണ് തറയ്ക്കാതിരിക്കാൻ വേണ്ടി. കർത്താവ് ഇവിടെ എന്നെയാണോ നിങ്ങൾ നോക്കുന്നത്, ഇതാ ഞാൻ തന്നെ എന്നും പറഞ്ഞ് കർത്താവിന് കൈ വിരിച്ചു കൊടുത്തു, കാല് ചേർത്തടിച്ച് നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് എളുപ്പം ആണി അടിക്കാൻ പറ്റത്തിന് ഞാൻ കാല് കുറച്ചുകൂടെ നന്നായിട്ട് നല്ല ആംഗിളിൽ ചേർത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞ് കർത്താവിന് കാല് വിരിച്ചു കൊടുത്ത്, നിങ്ങൾക്ക് ആ ആണി അടിക്കുന്നവർക്ക് പോലും കൂടുതൽ എഫർട്ട്, നിങ്ങൾ കൂടുതൽ ശക്തിയൊന്നും എടുക്കേണ്ട, ഞാൻ അങ്ങ് അതുപോലെ ആ ഒരു സൗമ്യതയോടെ ഒരു ആടിനെ പോലെ കർത്താവ് അങ്ങ് അതുപോലെയുള്ള ആ ഒരു കർത്താവ് തന്നെ പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തൊരു കർത്താവ്. അപ്പം അതാ സൗമ്യത. പിന്നെ ഇന്ദ്രിയജയം, കർത്താവ് ഇന്ദ്രിയജയം, അതായത് നമ്മളുടെ ചിന്തകളാവട്ടെ, നമ്മളുടെ നോട്ടങ്ങളാവട്ടെ, നമ്മളുടെ വാക്കുകളാവട്ടെ, എല്ലാം നമ്മളുടെ ഈവൻ നമ്മുടെ ഭക്ഷണത്തോടുള്ള പ്രിയമാവട്ടെ, എല്ലാം ആ ഇന്ദ്രിയങ്ങളെല്ലാം ജയിക്കുന്ന ഒരു കാര്യം. അവിടെ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് കർത്താവ് അവിടുന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് കാര്യങ്ങൾ മാത്രമേ ഞാൻ കർത്താവെ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവ് അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന നമ്മുടെ സെൽഫ് കൺട്രോൾ നമുക്ക് അതും അങ്ങനെയുള്ള ഫലം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഫലം. ആ ജീവിതത്തിൻ്റെ ഫലം പിന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പം നമ്മൾ സാഗ്വറിന് കേൾക്കുന്ന പോലെ മിനിസ്ട്രി ഇസ് ദൻ ഓവർഫ്ലോ ഓഫ് എ ലൈഫ്. നമ്മുടെ ഈ ജീവൻ അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ ഈ ഫലങ്ങളായിട്ട് അങ്ങ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോൾ അത് മറ്റുള്ളവരെ അനുഗ്രഹിക്കും. നമ്മൾ സന്തോഷമുള്ളവരാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ ഉള്ള ബാക്കി നമ്മളെ കാണുന്നവരുടെ സന്തോഷം പോകും. പക്ഷെ നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നിന്ന് സ്മൈൽ ചെയ്യുമ്പോൾ അവർക്കും കൂടെ ഒരു സന്തോഷം, അവർക്കും കൂടെ ഒരു ഉത്സാഹം. അപ്പം ഇന്നാൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പെർഫ്യൂം കിട്ടിയ സ്മെല്ല് കിട്ടിയൊരു സുഗന്ധം മാതിരിയാണ്, ഒരു സുഗന്ധക്കാറ്റ് വീശിയതുപോലെ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായിരിക്കും. നമ്മളുടെ മിനിസ്ട്രി, അതാ നമ്മളുടെ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ അത് ഇവാഞ്ചലിക്കൽ മിനിസ്ട്രി. ഇതുവരെ കർത്താവിനെ അറിഞ്ഞുകൂടാത്തവരെ കർത്താവിലേക്ക് ആകർഷിച്ച് കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇവാഞ്ചലിക്കൽ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിലൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവാഞ്ചലിസ്റ്റിക് അതായത് സുവിശേഷപരമായ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാത്തവരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രി ഉണ്ട്. പിന്നെ ഡിസൈപ്പിൾ മേക്കിംഗ് മിനിസ്ട്രി അല്ലെങ്കിൽ ചേർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ കർത്താവിലേക്ക് ഓൾറെഡി വന്നവരെ കർത്താവിൽ ഉറപ്പിക്കുകയും കർത്താവിനായിട്ട് പൂർണ്ണതയോടെ ജീവിക്കാൻ വേണ്ടി അവരെ ആ ഒരു സമർപ്പണത്തിലേക്കും ആഹ്വാനത്തിലേക്കും ഒക്കെ നയിക്കുന്ന വെല്ലുവിളിക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു ഡിസേബിൾ മേക്കിംഗ്. അപ്പം അങ്ങനെ നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ നമ്മളങ്ങനെ അനുഗ്രഹിക്കുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് നമ്മളുടെ ജീവിതം ഈ ഇത് ഒരു അനുഗ്രഹമായി തീരുമ്പോൾ, നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരുമ്പോൾ അതാ ശുശ്രൂഷയുടെ ഫലം. അപ്പം ജീവിതത്തിൻ്റെ ഫലമുണ്ട്, ശുശ്രൂഷയുടെ ഫലമുണ്ട്. അതെല്ലാം അധികം കഴിക്കാൻ വേണ്ടി കർത്താവിൽ അങ്ങ് വസിക്കണം എന്നുള്ള കാര്യം കർത്താവ് ഇത്രയും നാൾ നമ്മളെ കുറേ മാസങ്ങളായിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ ആ പോർഷനൊക്കെ കംപ്ലീഷനിലേക്ക് വരുമ്പം ഇതൊക്കെ ആ ഫലം എന്നുള്ള കാര്യം നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തെന്നേ ഉള്ളതേ ഉള്ളൂ. നമ്മൾ തിരിച്ച് യോഹന്നാൻ 15 വരുമ്പോൾ കർത്താവ് പറയുവാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ 9-ാമത്തെ വാക്യത്തിൽ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ അങ്ങ് വസിച്ചാൽ മതി. പിന്നെ കർത്താവ് പറയുക എങ്ങനെ കർത്താവിൽ വസിച്ചാലേ കർത്താവ് നമ്മളിൽ വസിച്ച് അവിടുത്തെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കാൻ ഒക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയുന്ന. അവിടുത്തെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് അധികം ആഴത്തിൽ വസിക്കാൻ പറ്റുന്നത്. നമുക്കായിട്ട് തന്നെ എന്തോ കർത്താവിൻ്റെ കൽപ്പനകൾ അങ്ങ് 1, 2, 3 ആയിട്ട് അനുസരിച്ച് അങ്ങ് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കാന്ന് വെച്ചാൽ അത് പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് പുട്ടിങ് ദ ഹോഴ്സ് ബിഫോർ ദ കാട്ട് എന്ന് പറയുന്നതുകൊണ്ടൊക്കെ ഇരിക്കും. അതായത്
എന്ന് പറഞ്ഞാൽ പുട്ടിങ് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ് എന്ന ഒരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ കാളവണ്ടിയിൽ ആദ്യം വണ്ടി വെച്ചിട്ട് കാളയെ പുറകെ നിർത്തിയാൽ കാളവണ്ടി ഓടത്തില്ല, കാള മുമ്പിൽ നിർത്തണം എന്ന് പറയുന്നത് പോലെ ആദ്യം നമ്മൾ കർത്താവിൽ വസിച്ചാലേ കർത്താവിന് നമ്മളിൽ വസിക്കാനുള്ളൂ. കർത്താവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ നമുക്ക് പ്രമാണിക്കാൻ ഒക്കുകയുള്ളൂ. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ അധികമായിട്ട് വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിൽ വസിക്കാം, ഫലം കായ്ക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ഓരോ സാഹചര്യങ്ങൾ വരുമ്പം ദൈവത്തിൻ്റെ കൽപ്പന ഇപ്പം തന്നെ ആകുലപ്പെടാനോ ദേഷ്യപ്പെടാനോ ഒക്കെ അല്ലെങ്കിൽ കൈപ്പായിട്ടിരിക്കാനോ അശുദ്ധമായിട്ടിരിക്കാനോ ഒക്കെയുള്ള പല പ്രലോഭനങ്ങൾ വരുന്ന സമയത്ത് നമ്മളവിടെ കർത്താവേ അവിടുത്തെ കൽപ്പന, അവിടുത്തെ സ്വഭാവം ഇതല്ലല്ലോ, അവിടുത്തെ ഭാവം ഇതല്ലല്ലോ, ക്രിസ്തുവിലുള്ള അതേ ഭാവം എന്നിലും ഉണ്ടായിരിക്കട്ടെ എന്നാണല്ലോ ഫിലിപ്പിയർ 2:5 പറയുന്നത്. കർത്താവേ അവിടുത്തെ ആ കൽപ്പന എനിക്ക് അനുസരിക്കണം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള കൽപ്പന, ഇപ്പം ജലസ്നാനം അതുപോലെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള കൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്കതങ്ങ് റെഡിയായിട്ടൊക്കെ അനുസരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് സിമ്പിളായിട്ടുള്ള കൽപ്പന. എന്നാൽ ഇപ്പോൾ കർത്താവിന് ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് അനുസരിച്ച് തീർക്കാൻ പറ്റുന്നില്ല. അത് ജീവിതകാലം മൊത്തം അനുസരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സ്റ്റാൻഡപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങ് അനുസരിച്ച് തീർത്തു, അല്ലെങ്കിൽ ഇപ്പം എന്താണ് നമ്മൾ അതുപോലെ ഉള്ള ചില നമ്മൾ ഒരാളോട് ക്ഷമ ചോദിക്കണം, നമ്മൾ ക്ഷമ ചോദിച്ചു, അതോടെ അങ്ങ് തീർന്നു. പക്ഷേ ബാക്കി ഇപ്പം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ ഉള്ളത് നമ്മൾ അനുസരിച്ച് തീർന്നെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ കർത്താവ് വരുന്നിടം വരെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അവസാന നിമിഷം വരെ അത് അനുസരിച്ച് കൊണ്ടേയിരിക്കേണ്ട ഒരു കൽപ്പനയാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോ സമയത്തും കർത്താവിൻ്റെ ആ കൽപ്പനകളെ പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിച്ച് തരുന്ന ആ കാര്യങ്ങളെ നമ്മൾ അതിന് മുമ്പാകെ നമ്മളതിനെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് അധികമായിട്ട് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മളിൽ അധികമായിട്ടൊന്ന് നിറയും. കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ ആഴത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഊളിയിടുവാൻ, ഈ ആഴത്തിലേക്ക് ഊളിയിട്ട് ചിലർ നീന്തുന്നു പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഓരോ കൽപ്പനകൾ അനുസരിക്കുന്നതനുസരിച്ച് പല 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 മേഖലകളിലൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല കർത്താവെ അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ വസിക്കാൻ പറ്റും. അങ്ങനെ കൽപ്പനകളൊക്കെ അനുസരിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോഴാണ് ഈ സന്തോഷമൊക്കെ പൂർണ്ണമാകുന്നു എന്നുള്ള കാര്യമാണ് 11ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ വസിപ്പാനും വെച്ചാൽ മെനോ എന്ന് പറയുന്ന അതേ ഗ്രീക്ക് പദം തന്നെ എബായിഡ് എന്നുള്ള അതേ പദം തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ സന്തോഷം, നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ വസിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ സ്നേഹവും സന്തോഷവും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പം 5:22 നമ്മൾ വായിച്ചതേ ഉള്ളൂ. അപ്പം കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ വസിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും അതങ്ങ് മെച്യൂറായിട്ട് ഒരു ഫ്രൂട്ട് അത് കായ്ച്ചാൽ അത് നന്നായി റൈപ്പായാലേ നമുക്കത് നന്നായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മളിലുള്ള ഫലം അതങ്ങ് പൂർണ്ണമായിട്ട് പെർഫെക്റ്റഡ് ആകുക എന്നൊക്കെ വേണം. അധികമായിട്ട് നമ്മുടെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആത്മീയമായിട്ട് അധികമായിട്ടുള്ളൊരു കപ്പാസിറ്റി കഴിവുള്ളവരാകുന്നതിനനുസരിച്ച് അധികമായിട്ട് കർത്താവിൻ്റെ സ്നേഹം സന്തോഷമൊക്കെ നമ്മളിലൊന്നും നിറയും. നമ്മൾ ആ ഒരു കപ്പാസിറ്റിയുടെ കാര്യമൊക്കെ നമ്മൾ ആഴ്ചകൾ മുമ്പ് നമ്മൾ ചിന്തിച്ചായിരുന്നു. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു സ്പൂണിൻ്റെ കപ്പാസിറ്റി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അളവ്, ഒരു ചെറിയൊരു സ്പൂണിൻ്റെ അളവേ നമുക്ക് ലഭിച്ച് കാണത്തുള്ളൂ, ആ ഒരു ചെറിയ ജീവൻ്റെ ഒരു തുള്ളി. എന്നാൽ കുറച്ചുകൂടെ നമ്മൾ കർത്താവിൻ്റെ വഴിയെ നടക്കുമ്പോൾ അധികമായിട്ട് അതൊരു കർത്താവിൻ്റെ വഴിയെ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഓരോരോ മേഖലകളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു കപ്പിൻ്റെ അളവിലാവട്ടെ, പിന്നെ വലിയൊരു മഗ്ഗിൻ്റെ അളവിലോ ഒരു ബക്കറ്റിൻ്റെ അളവിലോ ഒരു ടബിൻ്റെ അളവിലോ ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു കുളത്തിൻ്റെ അളവിലോ അല്ലെങ്കിൽ പിന്നെ നദിയുടെ അളവിൽ പിന്നെ അനേകം നദികളുടെ അളവിൽ അനേകം നദികൾ കിണറിൻ്റെ പിന്നെ ബക്കറ്റിൻ്റെ ടബൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിണർ പിന്നെ കുളം അത് കഴിഞ്ഞിട്ട് പിന്നെ നദി പിന്നെ അനേകം നദികൾ പിന്നെ എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുമെന്നാണ് അവിടെ യോഹന്നാൻ 7:38 നമ്മൾ വായിക്കുന്നത്. അപ്പം ആ ഒരു നദികളുടെ അളവിലേക്ക് അങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ ഏറ്റെടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി കൂടിക്കൂടി വരും. അങ്ങനെ സന്തോഷം അധികമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ അധികമായിട്ട് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനനുസരിച്ച് കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ വസിച്ചുകൊണ്ട് ആ സന്തോഷം പൂർണ്ണമായിട്ട് അധികമായിട്ട് നിറഞ്ഞു കവിഞ്ഞ് അങ്ങനെ ആവാൻ വേണ്ടി ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നില്ല. നിങ്ങളെ ബേർഡൻ ചെയ്യാൻ വേണ്ടി, ഭാരപ്പെടുത്താൻ വേണ്ടിയല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തന്നെ കർത്താവ് കൽപ്പനകളുടെ കാര്യമൊക്കെ പറയുമ്പം യഥാർത്ഥത്തിൽ എംഫസൈസ് ചെയ്ത് പറയുന്ന കൽപ്പന എന്താ? അവർ ആ അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് അവർ തർക്കിച്ചുകൊണ്ട് ആരാണ് കേവൻ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കർത്താവ് അവരോട് വീണ്ടും എംഫസൈസ് ചെയ്ത് പറയുക, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്ന കൽപ്പന ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കണം എന്നുള്ളൊരു കാര്യമാണ്
അതാ പറഞ്ഞു, ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ് ദാറ്റ് യു ലവ് വൺ അനദർ. 12ാമത്തെ വാക്യം യോഹന്നാൻ 15:12, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. കർത്താവ് എങ്ങനെ സ്നേഹിച്ച് എന്നുള്ള കാര്യം തൊട്ടടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതെങ്ങനെയുള്ള സ്നേഹം? സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. 13ാമത്തെ വാക്യം ആ ഒരു കർത്താവ് നമുക്ക് വേണ്ടി പ്രാണനെ, കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ, പ്രാണനെ കൊടുക്കുന്നതിൽ അധികമായിട്ടുള്ളൊരു സ്നേഹം. സുഖേ അല്ലെങ്കിൽ സൈക്കി എന്നുള്ള വാക്ക് സെൽഫ് ലൈഫ്, ആ ഒരു പ്രാണൻ എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വന്തം പ്രാണനെ, അതായത് നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടു. 1 യോഹന്നാൻ 3:16 കർത്താവ് നമ്മളെ പ്രാണനെ വെച്ച് സ്നേഹിച്ചതുപോലെ നമ്മളും ആ പ്രാണനെ അല്ലെങ്കിൽ സ്വയജീവനെ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം നമ്മുടെ സഹോദരനിൽ നിന്നോ സഹോദരിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളിൽ നിന്നോ നമ്മളുടെ ജീവിത പങ്കാളിയിൽ നിന്നോ കുഞ്ഞുങ്ങളിൽ നിന്നോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് തിരിച്ചൊന്ന് കൈപ്പാട്ടിരിക്കാനോ ഒന്നൊരു നിരസപ്പെട്ടിരിക്കാനോ നമ്മളുടെ ഒരു സ്വയജീവൻ അവിടെ പൊങ്ങി വരുന്നത്. എന്താ ഇങ്ങനെ, എന്താ അങ്ങനെ പെരുമാറി, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്തേ. അപ്പം അവിടെ നമ്മളെ കർത്താവേ ഞാൻ അവിടുത്തെ അങ്ങിലങ്ങ് സ്നേഹത്തിൽ അങ്ങിൽ വസിക്കുന്നു, ഞാൻ തന്നെ താഴ്ത്തുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജീവരസം എന്നിൽ വന്ന് നിറഞ്ഞ്, അപ്പം ഞാൻ ജീവനെ വെച്ച് കൊടുക്കുമ്പോഴാണ്, എൻ്റെ സ്വയജീവനെ അങ്ങ് അവിടെ വെച്ച് കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നിത്യജീവൻ എന്നിൽ വന്ന് നിറഞ്ഞ് എനിക്ക് ആ ഒരു യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നത്. അധികമായിട്ട് കർത്താവ് സ്നേഹിച്ച അതേ ക്വാണ്ടിറ്റി, അതേ അളവിൽ നമുക്ക് ആർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല. കർത്താവ് അപരിമേയനാണ്, ഒരു അപ്രമേയനാണ്. എന്നാൽ നമ്മളുടെ കപ്പാസിറ്റി സന്തോഷം പൂർണ്ണമാകുന്ന പോലെ സ്നേഹം അധികമായിട്ട് വർദ്ധിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് നമുക്ക് സൗരങ്ങളുള്ള സ്നേഹമല്ല ഇപ്പം വേണ്ടത്. അതായത് ഒരു സന്തോഷകരമായ വിവാഹ ജീവിതത്തിൽ സാക്ബർ ഓരോ വർഷം കൂടുമ്പോൾ നിങ്ങളുടെ സ്നേഹം ഇരട്ടിച്ചിട്ടുണ്ട്. 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി, അപ്പം 10 ടൈംസ് ഇപ്പം സ്നേഹം കൂടിയിട്ടുണ്ടോ? 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ അല്ലെങ്കിൽ 15ാമത്തെ വെഡിങ് 15 ഇരട്ടി, അന്ന് സ്നേഹിച്ചതിനെക്കാട്ടി 15 ഇരട്ടി ഇന്ന് സ്നേഹിക്കുന്നുണ്ടോ? അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പോലെ. നമ്മുടെ സൗരങ്ങളോടുള്ള സ്നേഹത്തിൽ അതുപോലെ അന്ന് നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടിച്ചും മിഷ്ടിച്ചും ഒക്കെ അങ്ങ് സ്നേഹിച്ചു. പക്ഷേ നമുക്കുള്ള അറിവില്ല. എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആ വെളിപ്പാടുകളും ഒക്കെ അധികമായിട്ട് ലഭിക്കുമ്പം നമ്മളുടെ ആ സ്വയം, നമ്മളുടെ ഈഗോ അത്രയും നമ്മൾ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ സ്നേഹത്തിൻ്റെ കപ്പാസിറ്റി നമുക്ക് മറ്റുള്ളവർക്കൊരു സാക്ബർ പറഞ്ഞ ഫ്യൂച്ചർ ഫോർഗീവ്നെസ്. ഇനിയിപ്പോൾ 2000 വർഷത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതെല്ലാം ക്ഷമിച്ചിരിക്കുന്നത് അവിടെ മത്തായി 12:34 പറയുന്നത്. വെച്ചാൽ മനുഷ്യപുത്രനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുവെങ്കിൽ എന്ന കർത്താവ് ഒരു പ്രസന്റ് ടെൻസിൽ അവിടെ പറയുന്നത് വെച്ചാൽ അത് വെച്ചാൽ ഭാവിയിൽ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും മത്തായി 12 ആ വാക്യം സാക്ബർ പലപ്പോഴും ഇപ്പോഴും കോട്ട് ചെയ്യുന്നൊരു വാക്യം അത് നമുക്കറിയാം. മത്തായി 12:32 വാക്യം, ആരെങ്കിലും മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ പറയുന്നുവെങ്കിൽ എന്നാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ. പറയുന്നുവെങ്കിൽ അവനോട് ക്ഷമിക്കും. ഹൂ സ്പീക്സ് എ വേർഡ് അഗൈൻസ്റ്റ് സൺ ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞ കാര്യം മാത്രമല്ല, ഇനിയിപ്പോൾ ഈ വരുന്ന ഈ 2000 വർഷത്തിന് ഉള്ളിൽ ഞാൻ ആരൊക്കെ കർത്താവിനെതിരെ പറഞ്ഞോ അതെല്ലാം ഞാൻ ക്ഷമിച്ചു എന്നാണ് കർത്താവ് അന്നേ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ക്ഷമിച്ചു. ഓഫ്കോഴ്സ് അവർ മനസ്സാന്തരപ്പെട്ടാലേ ദൈവം എന്ന നിലയിലുള്ള ക്ഷമ കിട്ടത്തുള്ളൂ. എന്നാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് എല്ലാവരോടും അങ്ങ് ക്ഷമിച്ചു. ഇനിയിപ്പോൾ ആരെങ്കിലും ഇനി ഭാവിയിൽ എന്തെങ്കിലും പറയാൻ പോകുന്നെങ്കിൽ അതും ക്ഷമിച്ചു. അപ്പം നമ്മൾ സാക്ബർ പലപ്പോഴും ഇപ്പോൾ ഉള്ള മെസ്സേജസിലൊക്കെ വീണ്ടും എംഫസൈസ് ചെയ്തൊരു വാക്യമാണ് അത്. നമ്മൾ ഹാവ് യു ലേൺ ദ ലെസൺ ഓഫ് ഫ്യൂച്ചർ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞു കഴിഞ്ഞൊഴുകുമ്പോൾ ഇനിയിപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞല്ല എല്ലാവരോടും ക്ഷമിച്ചു. ഇനിയിപ്പോൾ ആരെങ്കിലും നാളെ നമ്മളെക്കുറിച്ച് നമുക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇനിയിപ്പം 10 വർഷം വരാൻ താമസിച്ച 10 വർഷത്തിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നിരിക്കട്ടെ, എങ്കിൽ പോലും അത് ഞാൻ ഇപ്പോഴും ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഓൾറെഡി എന്നെക്കുറിച്ച് എനിക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ക്ഷമിച്ചു ഓൾറെഡി. അത് കർത്താവേ അങ്ങ് ക്ഷമിച്ചു എന്നുള്ള ആ ആറ്റിറ്റ്യൂഡ് ശരിയാണ്. ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് വീണ്ടും ചില അക്ഷമയുടെ വേരുകളൊക്കെ ചിലപ്പോൾ അപ്പം പൊങ്ങി വന്നേക്കാം. അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മൾ തന്നെ താഴ്ത്തി നമ്മൾ വീണ്ടും അവിടെ ക്രൂശെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം ഇനിയിപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം എന്തോ കഷ്ടിച്ച് മുട്ടിച്ച് ക്ഷമിച്ചു എന്നുള്ളതല്ല. ഇനിയിപ്പം ഭാവിയിൽ കർത്താവ് വരുന്നിടം വരെ ഇനിയിപ്പോൾ ആരൊക്കെ ഇപ്പം നമ്മുടെ മരണശേഷം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതും ക്ഷമിച്ചു. അതാ സ്നേഹത്തിൽ തികഞ്ഞു വരുന്ന ആ ഒരു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന, ശരിയാണ് ആക്ഷരികമായിട്ട് ജീവനെ കൊടുക്കേണ്ടതായിട്ട് രക്തസാക്ഷികളായിട്ട് ദൈവം വളരെ ചുരുക്കം പേരെ വിളിക്കുന്നുണ്ടാവുള്ളൂ. അതാ നമ്മൾ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ദൈവം നമ്മളെ ആ വലിയ ഭാഗ്യവതി തരുവാണെങ്കിൽ നല്ല കാര്യം, നമുക്കത് ചെയ്യാം. പക്ഷെ എന്നാൽ നമ്മൾ ദിനംതോറും ഒരു ജീവനെ കൊടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലാവട്ടെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാവട്ടെ, അപ്പനന്മാരുടെ ബന്ധത്തിലാവട്ടെ, നമ്മുടെ സഭയിലെ സഹോദരങ്ങളോട് ബന്ധത്തിലാവട്ടെ, നമുക്ക് യഥാർത്ഥത്തിൽ അവർ എന്നോട് നന്നായിട്ട് പെരുമാറുന്നു, ഞാനും നന്നായിട്ട് പെരുമാറുന്നു. ലോകകാര്യം ചെയ്യുന്ന കാര്യമല്ലേ എന്നാണ് കർത്താവ് മത്തായി 5 അവസാനം പറയുന്നത്.
ആൾക്കാർ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോഴും നമ്മൾ അവരോട് ഒരു കയ്പോ വിരോധവും ഇല്ലാതെ സ്നേഹത്തോടെ ഹൃദയംഗമായിട്ട് ക്ഷമിച്ചുകൊണ്ട് പെരുമാറുന്നതാണ് ആ ഒരു ജീവനെ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രാണനെ കൊടുക്കുന്ന സ്നേഹം. അതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ സ്നേഹിച്ചതുപോലെ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന എന്ന് 12ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് എങ്ങനെ സ്നേഹിക്കണം? സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാണനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ആ പ്രാണനെ കൊടുക്കുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുന്നതിനാണെങ്കിൽ എളുപ്പമാണ്. എന്നുവെച്ചാൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളതിനനുസരിച്ച് ഒരാൾക്ക് പൈസ കൊടുക്കുന്നു. പക്ഷെ അത് സ്നേഹമില്ലാതെയും പൈസ അല്ല. ഇനിയിപ്പം ദേഹത്തെ തന്നെ ചുടാനിപ്പിച്ചാലും സ്നേഹമില്ലാതൊക്കെ അത് ചെയ്യാനൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ വായിക്കുന്നത്. സ്നേഹമില്ലാതെ നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ ചുടാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം സ്നേഹമില്ലാതെ നമുക്കതൊക്കെ ചെയ്യാനൊക്കും. പക്ഷേ സ്വയജീവനെ കൊടുക്കുന്ന പറഞ്ഞാൽ എന്താ? അവിടെ സ്വയജീവനെ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മളിൽ ഒന്ന് നിറഞ്ഞ് അവിടെ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും അവർക്ക് വേണ്ടി യൂദാസിൻ്റെ പോലും കാല് കഴുകാനും ഒക്കെ പറ്റുന്നൊരവസ്ഥ വരുന്നത്. അപ്പം അതാണ് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുക, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് 13ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. 14ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ. അപ്പോൾ ഈ സ്നേഹിക്കുന്ന കാര്യമാണ് കർത്താവ് പ്രധാനമായിട്ടും പറയുന്നത്. എന്നാൽ എല്ലാ കൽപ്പനകളും കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5-6-7 വാക്യങ്ങൾ 5-6-7 അധ്യായങ്ങളെ ഗിരിപ്രഭാഷണമെന്ന് നമ്മൾ അറിയപ്പെടുന്ന കാര്യങ്ങൾ, അത് അവിടെ കർത്താവിൻ്റെ കൽപ്പനകൾ സ്റ്റാൻഡേർഡൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. പിന്നീട് വചനത്തിലുടനീളമുള്ള കർത്താവിൻ്റെ കൽപ്പനകൾ, അപ്പോസ്തലന്മാരിൽ കൂടെ കർത്താവ് പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ, പഴയ നിയമത്തിൽ തന്നെ പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കൽപ്പനകൾ, അതെല്ലാം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകുന്നു. കർത്താവ് എനിക്ക് കർത്താവിനെ അറിയാം, കർത്താവിൻ്റെ സ്നേഹിതനാന്നൊക്കെ നമുക്ക് പറയാം. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ യഥാർത്ഥത്തിൽ കർത്താവിന് നമ്മളെ ഒരു ഫ്രണ്ടായിട്ട് കരുതാനൊക്കെ ഉള്ളൂ. എബ്രഹാമിനെ തൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നതൊക്കെ കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്ന അതിന് തൊട്ടടുത്ത വാക്യത്തിൽ 15ാമത്തെ വാക്യത്തിൽ, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയാകിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുകയില്ല. കർത്താവ് യജമാനനായിട്ടും ഗുരുവായിട്ടും അവരെല്ലാം ദാസൻ്റെ ഒരു ശിഷ്യന്മാരെന്നുള്ള നിലയിൽ ദാസന്മാർ, സ്ലേവ്സ്, ഡൂളോസ് എന്നുള്ള ആ ഒരു ലെവലിലും ആണ് അവരുടെ തുടക്കം. അവർ ഗുരുവും ശിഷ്യന്മാരും എന്ന രീതിയിലാണ് കർത്താവ് ശിഷ്യന്മാരായിട്ടാണ് ഈ 12 പേരെ തിരഞ്ഞെടുത്തു. അതിനകത്ത് ഒരാളങ്ങ് പോയി, ബാക്കി 11 പേരുള്ളത്. അപ്പോൾ അവർ ദാസന്മാരെന്നല്ല ഇനി പറയുന്നേ, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്കറിയാം. നമുക്ക് എല്ലാവരോടും നമുക്ക് എല്ലാം അങ്ങ് തുറന്ന് പറയാനൊക്കത്തില്ല. എല്ലാവരോടും തുറന്ന് പറഞ്ഞാൽ അവസാനം നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പാര വെക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു സുഹൃത്ത് ബന്ധം ഉള്ളവർ, നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവർ എല്ലാം ഓപ്പണായിട്ട് പറയുന്നതിൽ നമ്മളതൊരു കണക്ക് വെക്കുക. അന്ന് നീ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ പിന്നീടൊരു ആരോപണം ഉന്നയിക്കുന്ന തരത്തിലുള്ള ആൾക്കാരെല്ലാം, മറിച്ച് എല്ലാവരും നല്ലൊരു സുഹൃത്ത് ബന്ധം, ആ ഒരു കർത്താവ് പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നമുക്ക് അറിയിച്ചതുകൊണ്ട് സുഹൃത്തുക്കളെന്ന് വിളിച്ചിരിക്കും. നമ്മൾ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ആ ഒരു സുഹൃത്ത് ബന്ധം ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ഉത്തമഗീതത്തിൽ കാണുന്നു. ഉത്തമഗീത 5-ാം അധ്യായത്തിൽ അവിടെ കാന്തയെ എന്താ വിളിക്കുന്നത്? കാന്തയെ എൻ്റെ സിസ്റ്റർ, ദിസ് ഇസ് മൈ കാന്തനെ പറയുക. ഉത്തമഗീതം 5-ന്റെ 16ാമത്തെ വാക്യത്തിൽ, അവൻ്റെ വായി ഏറ്റവും മാധുര്യമുള്ളത്, അവൻ്റെ സർവാംഗ സുന്ദരം തന്നെ യെരൂശലേം പുത്രന്മാരെ ഇവനത്രേ എൻ്റെ പ്രിയൻ, ദിസ് ഇസ് മൈ ഫ്രണ്ട്. ഇംഗ്ലീഷിൽ ദിസ് ഇസ് മൈ ഫ്രണ്ട് ഓർ ഡോട്ടേഴ്സ് ഓഫ് ജെനിസർ. ഇവനെൻ്റെ മലയാളത്തിലും ഉണ്ട്, ഇവനത്ര എൻ്റെ സ്നേഹിതൻ, ഇവനത്ര എൻ്റെ പ്രിയൻ, ദിസ് ഇസ് മൈ ബിലവഡ്, ദിസ് ഇസ് മൈ ഫ്രണ്ട്. ഇവനത്ര എൻ്റെ സ്നേഹിതൻ. നമ്മളെ ഉത്തമഗീത 5-ന്റെ 16ാമത്തെ വാക്യത്തിന് അവസാനത്തെ പകുതി, ഇവനത്ര എൻ്റെ സ്നേഹിതൻ. ആ ഒരു മണവാളിനെ കുറിച്ച് പറയുന്നത് എന്താ? ദിസ് ഇസ് മൈ ഫ്രണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കർത്താവിനെ നമ്മൾ അതുപോലൊരു സ്നേഹിതനായിട്ട്, ശരിയാണ്, കർത്താവ് നമ്മുടെ യജമാനനാണ്, കർത്താവ് നമ്മുടെ ഇടയനാണ്, കർത്താവ് നമ്മുടെ രാജാവാണ്, എല്ലാം ശരി തന്നെയാണ്. എന്നാൽ എല്ലാം നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഭാര്യാഭർത്തൃ ബന്ധത്തിലും അത് ആപ്ലിക്കബിളാണ്. നമ്മൾ ഉത്തമഗീതം എന്ന് പറയുമ്പോൾ കർത്താവ് സഭയുമായിട്ടുള്ള ബന്ധമാണ് നമുക്കറിയാം. ഭാര്യാഭർത്തൃ ബന്ധത്തിലെല്ലാം നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ജീവിത പങ്കാളിയോടുള്ള ആ ഒരു ഫെലോഷിപ്പിൻ്റെ ഒരു കാര്യവും കൂടെ നമ്മളവിടെ കാണുന്നത്. ദിസ് ഈസ് മൈ ഫ്രണ്ട്. അതുപോലെ നമ്മൾ ആ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ അവർ എത്രമാത്രം, നമ്മൾ ഫ്രണ്ട്സിനോട് സമയം ചെലവഴിക്കാൻ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് മതിയല്ലോ ഇന്ന് പല ഭാര്യമാരും അല്ലെങ്കിൽ പല ഭർത്താക്കന്മാരും പറയും നിങ്ങളുടെ ഫ്രണ്ട്സ് മതിയല്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ
പരസ്പരം സമയം ചെലവഴിക്കാൻ അവർ ആദ്യ സ്നേഹത്തിൽ അവർ ആഗ്രഹിക്കുന്നവരായിരിക്കും. പരസ്പരം സമയം ചെലവഴിക്കാനും പരസ്പരം എന്തോ 5-16 അതല്ല, 15-15 യജമാനൻ ചെയ്യുന്നത് കുറച്ചുകൂടി ലളിതമായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഇപ്പം ഒരു വീട്ടിൽ വലിയൊരു യജമാനുണ്ട്. യോഹന്നാൻ 15:15 ഇപ്പം ഗിരീഷ് ചോദിച്ച്. വീട്ടിൽ വലിയൊരു യജമാനുണ്ട്, ഒത്തിരി വേലക്കാരെ വെച്ചിട്ടുണ്ട്. യജമാനന് തൻ്റെ തൻ്റെ ATM പിൻകോഡോ തൻ്റെ ഇമെയിലിൻ്റെ പാസ്വേഡോ അല്ലെങ്കിൽ തൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് തനിക്ക് എത്രമാത്രം വരുമാന സ്രോതസ് ഉണ്ടെന്നോ ഒന്നും ഈ വേലയ്ക്ക് നിൽക്കുന്ന ദാസനോട് പറയേണ്ട ഒരു ആവശ്യമില്ല. യജമാനൻ എല്ലാം അത് പറയത്തില്ല. പക്ഷേ കർത്താവ് പറയുക, നിങ്ങളെ ഞാൻ ഇനിയിപ്പം ദാസന്മാരെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ശിഷ്യന്മാരായിട്ട് ഞാൻ വിളിച്ച് നിങ്ങൾ ആ ദാസന്മാരുടെ ആ ഒരു പദത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാന്നുള്ള കാര്യം പറയുക. അപ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിതന്മാരായിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ യഥാർത്ഥത്തിൽ സ്നേഹിതന്മാരാവുന്നതെന്ന് തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് നമ്മളെ സ്നേഹിതന്മാരായിട്ടാണ് കാണുന്നത്. നമുക്ക് കർത്താവ് സ്നേഹിതനായിട്ട് തീർന്നിട്ടുണ്ടോ? നമുക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്നേഹിതൻ. അതുപോലെ തന്നെ നമ്മളുടെ സഹോദര ബന്ധത്തിലും യഥാർത്ഥത്തിലുള്ള ഒരു ഫെലോഷിപ്പിൽ, ശരിയാണ്, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിലും ഡീപ്പറാണ്. പക്ഷെ അങ്ങനെ പറയുമ്പം തന്നെ പലപ്പോഴും നമുക്ക് ആ ഒരു ഫെലോഷിപ്പിലൊരു ഫ്രണ്ട്ഷിപ്പ്, നമുക്ക് ഒരുമിച്ച് തമാശ പറയാനും ഒരുമിച്ച് അതുപോലെ ഒരു നല്ല സമയം ആസ്വദിക്കാനും നമ്മളുടെ സഹോദരി ബന്ധം അതുപോലെ ഒരു സുദൃഢമാണോ എന്നുള്ളൊരു കാര്യം, സഹോദരി ബന്ധം. പിന്നെ നമ്മളിപ്പം ഭാര്യാഭർത്തൃ ബന്ധം, അതുപോലെ തന്നെ മക്കളോട് നമ്മൾ ഫ്രണ്ട്സ് മാതിരിയാണ്. നമ്മൾ കുഞ്ഞുങ്ങളുടെ, ശരിയാണ്, നല്ല അടി കൊടുക്കേണ്ട സമയത്ത്, വഴക്ക് പറയേണ്ട സമയത്ത് നല്ല ഡോസ് കൊടുക്കണം. എന്നാൽ ബാക്കിയുള്ള സമയത്ത് നമ്മൾ അവരുടെ ഫ്രണ്ട്സാണ്. അവരുടെ ലെവലിലൊക്കെ ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ നമുക്ക് അവരോട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആ ഒരു കാര്യവും കർത്താവ് അതിൻ്റെ ഒരു മാനം, കർത്താവ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു നിർവചനം കുറച്ചുകൂടെ ആഴത്തിൽ നിർവചിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് 16 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നത്, ഇത് കൂടെ വായിച്ച് നമുക്ക് നിർത്താം. 16-17 കൂടെ ഒരുമിച്ചാണല്ലോ. അത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പം ദാസന്മാരല്ലെന്നൊക്കെ പറയുന്നു, ദാസന്മാരായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തു. പക്ഷേ അതായത് നിങ്ങൾ വന്ന് എനിക്ക് നിന്റെ ശിഷ്യന്മാരാവണമെന്നും പറഞ്ഞ് ശിഷ്യന്മാർ പത്രോസ് ഒരു ദിവസം പ്രഭാതി വന്ന് ഞാൻ നിന്റെ ശിഷ്യനാവാൻ പോവാന്നും പറഞ്ഞ് ഞാൻ നിന്നെ ഗുരുവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് പറയുന്നതല്ല. മറിച്ച് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക. കർത്താവ് ഒരു ദിവസം മൊത്തം പ്രാർത്ഥിച്ച്, ഒരു രാത്രി മൊത്തം പ്രാർത്ഥിച്ച്, ലൂക്കോസ് 6 അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിറ്റേ ദിവസം കർത്താവ് ആ 12 പേരെ പേര് ചൊല്ലി വിളിക്കുന്നത് നമ്മൾ കാണുന്നത്. കർത്താവ് അവരെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെയും കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. കർത്താവ് നമ്മളെ എപ്പോഴാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് എഫേസ്യർ 1 അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതായത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് യെശയ്യാവ് 48 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവ് 48 1 നമുക്കൊന്ന് പോവുകയാണെങ്കിൽ, 48 എൻ്റെ ഓർമ്മ അത് 49 യെശയ്യാവ് 49:1. യെശയ്യാവ് 49:1 വാക്യത്തിൽ സാക്ബറിൻ്റെ ജീവിതത്തിൽ യെശയ്യാവ് 49 അധ്യായം ബ്രദറിനെ ഒത്തിരി ബ്രദറിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ബ്രദറിൻ്റെ വിളിയോടുള്ള ബന്ധത്തിലുമൊക്കെ ഒത്തിരി ബ്രദറിനെ ദൈവം സംസാരിച്ച അധ്യായമായിട്ട് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. യെശയ്യാവ് 49 അധ്യായം. അപ്പം അതിൻ്റെ 1 വാക്യം തന്നെ എന്താ പറയുന്നത്? എപ്പോഴാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. The Lord called me from the womb, from the body of my mother he named me. എന്നെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുകയും തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ഓരോരുത്തർക്കും അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗർഭം മുതൽ, അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോൾ മുതൽ കർത്താവ് നമ്മളെ വിളിച്ചു. ആ വിളി നമ്മൾ കേട്ടത് ഒരുപക്ഷെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നമ്മളെ വിളി കേട്ട് റെസ്പോണ്ട് ചെയ്തത്. പിന്നെ ലോകസ്ഥാപനത്തിന് മുൻപേ, അമ്മയുടെ ഉദരത്തിൽ മുമ്പേ വിളിച്ചെന്ന് പറയുന്നതിന് നമുക്ക് എത്ര അസ്വസ്ഥത നൽകുന്ന കാര്യമെന്ന. അതുമാത്രമല്ല, ഇതെല്ലാം ഈ ലോകസ്ഥാപനം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ മനസ്സിൽ സന്ദീപെന്നോ മഹാദേവെന്നോ ജേക്കബ് മാത്യു എന്നോ ഗിരീഷ് എന്നോ അജി എന്നോ നാരായണെന്നോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേര് നമ്മളെ അതെല്ലാം കർത്താവ് ആ പേര് ചൊല്ലി വിളിച്ചു. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാന്നുള്ള കാര്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തത്? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വേണ്ട, ഇനിയിപ്പോൾ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ തോന്നിയ പോലെ ജീവിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും യു വുഡ് ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട്. അവിടെ കർത്താവ് പറയുന്നിടത്തേക്ക് ചിലപ്പോൾ നമ്മൾ ദൈവം എങ്ങോട്ടാണോ അയക്കുന്നത്
ആ ഇടത്ത് പോയി നമ്മൾ ഫലം കായ്ക്കുക. നമ്മൾ എവിടെയാണോ ആക്കി, ചിലപ്പോൾ നമ്മളുടെ ജന്മദേശത്ത് തന്നെ ആയിരിക്കും, ചിലപ്പം വേറൊരു ഇടത്തേക്കായിരിക്കും ഒരു സമയത്തേക്ക്, ചിലപ്പം വേറെ ചില സ്ഥലങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെ എവിടെയാണോ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അവിടെ പോയി നമ്മൾ ഫലം കായ്ക്കണം. അത് ഫലം എങ്ങനെയുള്ള ഫലമായിരിക്കണം? കുറച്ച് കഴിയുമ്പോൾ ഈ എന്താ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കരുതെന്ന് പറഞ്ഞ കണക്ക് ചില ഫലം മാമ്പൂ കാണുമ്പോൾ ഒത്തിരി മാങ്ങ ഉണ്ടാവുന്ന രീതി കുറച്ച് കഴിയുമ്പോൾ എല്ലാം താഴെ വീണ അതുപോലുള്ള ഫലമല്ല. ഇത് നിലനിൽക്കുന്ന ഫലമായിരിക്കണം. നിത്യതയോടെ നിലനിൽക്കുന്ന ഫലം വേണമെങ്കിൽ ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിൻ്റെ ശക്തിയായ ദൈവത്തിലേക്ക് പോകുന്നത് നിത്യതയിൽ നിലനിൽക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം റോമർ 11:36 നിന്ന്. അപ്പോൾ കർത്താവിൽ നിന്ന്, കർത്താവിൻ്റെ ആ ജീവരസത്താൽ, കർത്താവിൻ്റെ ശക്തിയോടെ, കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ആണ് നമ്മുടെ ഫലമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ദാറ്റ് യുവർ ഫ്രൂട്ട് വുഡ് റിമെയിൻ, അല്ലെങ്കിൽ എബൈഡ് എന്ന ഇവിടെ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള റെസ്റ്റ്, നിലനിൽക്കേണ്ടതിനെന്നുള്ളത് ഈ വസിക്കേണ്ടതെന്നുള്ള അതേ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദാറ്റ് അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്നവർക്കുള്ളൊരു പ്രോമിസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഫലം കൊണ്ടുവരുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പിന്നെ എന്തായിരിക്കും ചോദിക്കുന്നത്? കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പം എന്ത് ചോദിച്ചാലും കർത്താവ് നമുക്കത് തരും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. നമുക്ക് ആ ഒരു കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു, തിരഞ്ഞെടുത്തു. അന്നേരം ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ആൻഡ് അപ്പോയിൻറ്റഡ് യു എന്നുള്ളൊരു കാര്യമാണ് അവിടെ ആ വാക്യത്തിൽ. ഞാനിത് അവിടെ CMC വെല്ലൂർ ചെന്ന് ജോയിൻ ചെയ്തിട്ട്, നോൺ PG ആയിട്ട് ചെന്ന് ജോയിൻ ചെയ്ത ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ അവിടെ എത്തുന്നത്. 2009 മെയ് 22 എനിക്ക് തോന്നുന്നത്. 22 ഒരു വെള്ളിയാഴ്ച ദിവസം എത്തുന്നു. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് പോകുന്നതിന് മുമ്പ് അന്നത്തെ എൻ്റെ ഈ പോർഷൻ ഇതായിരുന്നു. അപ്പോൾ ഈ യോഹന്നാൻ 15 അപ്പോൾ അന്ന് രാവിലെ ഈ പോർഷൻ എടുത്ത് വായിച്ച്, അപ്പോൾ തലേദിവസമാണ് എൻ്റെ കയ്യിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് എടുത്ത് വായിച്ചപ്പോൾ യു ഡിഡ് നോട്ട് ചൂസ് മീ ബട്ട് ഐ ചോസ് യു ആൻഡ് അപ്പോയിൻറ്റഡ് യു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയ എന്തിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോയിൻമെൻറ്റ് ഓർഡർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പോയി ഫലം കായ്ക്കേണ്ടതിനാണ്, നിലനിൽക്കുന്ന ഫലം കായ്ക്കേണ്ടത്. അപ്പോൾ എനിക്കത് വലിയൊരു അഷുറൻസ് ആയിരുന്നു. അത് ഞാൻ പലയിടത്ത് സാക്ഷിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ചെന്ന് പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയെന്ന്, കർത്താവിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. ഞാൻ ഫലം കായ്ക്കാൻ വേണ്ടി, നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മൾ ഓരോരുത്തരും ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ട്. നമ്മളൊരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ കണ്ടേ നമുക്ക് പോകാനൊക്കെ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ട്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ പ്രദേശത്ത്, അത് പട്ടോളി മാർക്കറ്റിലാവട്ടെ, കറ്റാനത്താവട്ടെ, രാമപുരത്താവട്ടെ, തച്ചൻ്റെ മുക്കിലാവട്ടെ, കരുനാഗപ്പള്ളിയിലാവട്ടെ, പിന്നെ വേറെ പലയിട സ്ഥലങ്ങളിലുള്ള സൗകര്യങ്ങളുള്ള എവിടെയൊക്കെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അവിടെയൊക്കെ കർത്താവിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ട്. അവിടെ നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ, നമ്മളുടെ ജീവിതം കൊണ്ടും നമ്മുടെ ശുശ്രൂഷ കൊണ്ടും ഒക്കെ നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ കർത്താവ് നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. ഇത് നമ്മളതിനായിട്ട് സഹായിക്കട്ടെ. അപ്പോയിൻമെൻറ്റ് ഓർഡർ തന്ന് കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മളെ പുറത്തെടുത്തായിട്ട് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അവിടുന്ന് നമ്മളെ തിരഞ്ഞെടുത്തു. ലോകത്തെ എല്ലാം സ്ഥാപിക്കുന്നതിന് മുൻപ് എല്ലാ സൃഷ്ടിക്ക് മുമ്പായിട്ട്, എല്ലാ ദൂതന്മാരെയും കൂടാനുകൂടി ദൂതന്മാരെയെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവ് പിന്നെ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് പേരുപേരായിട്ട് തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ ആ നിത്യസ്നേഹത്തിൻ്റെ മുമ്പായിട്ട്, ആ നിത്യമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ആഴവും ഉയരവും നീളവും വീതിയൊക്കെ നമുക്ക് സകല വിശുദ്ധന്മാരോടൊത്ത് ആരാഞ്ഞുകൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ അകല് കേട്ട് നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് താഴെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ തന്നെ വസിക്കുവാൻ, കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എല്ലാം ഓർപ്പിച്ച് തരും. കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കർത്താവ് ഓർപ്പിച്ച് തരും. അപ്പോഴെല്ലാം ആ കൽപ്പനകൾക്ക് മുമ്പായിട്ട്, കർത്താവിൻ്റെ വചനത്തിന് മുമ്പായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തതിന് കർത്താവെ, ഈ വചനം എന്നിൽ ജഡമായി തീരട്ടെ, ഈ വചനം എന്നിൽ മാംസമായി തീരണം, എൻ്റെ ആത്മമനുഷ്യൻ്റെ ഭാഗമായിട്ട് തീരണം. കർത്താവെ, നിലനിൽക്കുന്ന ആ ഒരു സന്തോഷം, നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്ന ജീവിതം എനിക്ക് വേണം. അങ്ങനെ കർത്താവിൻ്റെ ഓരോരോ കൽപ്പനകളും നമുക്ക് ആ കൽപ്പനകളുടെ മുമ്പായിട്ട് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവ് സ്നേഹിച്ചതുപോലെ പ്രാണനെ കൊടുത്ത് സ്വയജീവനെ വെച്ചു കൊടുത്ത് സ്നേഹിക്കാൻ തക്കവണ്ണം അതിനായിട്ട് നമ്മൾ തന്നെ നമ്മൾ സമർപ്പിച്ചു കൊടുത്ത്, നമ്മുടെ സ്വന്തം ഇഷ്ടം ഒന്നും വേണ്ട. കർത്താവെ, അവിടുന്ന്
അവിടുന്ന് കർത്താവെ അവിടുത്തെ ഇഷ്ടം മാത്രം മതി. അതിനായിട്ട് കർത്താവെ അവിടുത്തെ ആത്മാവിനായാലും നിറച്ച് അവിടുത്തെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ നീ സഹായിക്കണമേ. അങ്ങനെ സ്വജീവനെ കൊടുത്ത് പരസ്പരം സ്നേഹിക്കാൻ, ആ പരസ്പരമുള്ള ഈർഷ്യയോ പിണക്കോ അസ്വസ്ഥതയോ കയ്പോ അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവരോടും ക്ഷമിക്കാൻ സ്നേഹിപ്പാൻ, ഇനിയും ആ ഒരു ഫ്യൂച്ചർ ഫോർഗീവ്നെസ്സിനെ കുറിച്ച് നമ്മൾ കേട്ടതുപോലെ ഇനിയും എത്രയോ വർഷങ്ങൾ നമ്മളിനി കർത്താവ് വരുന്നിടം വരെയുള്ള സമയത്ത് ആരെങ്കിലും എന്തൊക്കെ നമുക്കെതിരായിട്ട് എന്തൊക്കെ ചെയ്താലും, നമ്മുടെ കുടുംബത്തിനെതിരായിട്ടോ നമുക്കെതിരായിട്ടോ ഒക്കെ എന്തൊക്കെ ആരൊക്കെ ചെയ്താലും എല്ലാം ഞാൻ പരിപൂർണമായിട്ടും ക്ഷമിച്ചിരിക്കുന്നു. ആ ഒരു ഇടുക്കമില്ലാതെ സമ്പൂർണ്ണമായിട്ടും എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ആരൊക്കെ നമുക്കെതിരെ എന്ത് പറഞ്ഞാലും, മനുഷ്യത്തിനെതിരെ ആരെന്ത് പറഞ്ഞാലും താൻ ക്ഷമിച്ചിരിക്കുമെന്ന് യേശുകർത്താവ് പറഞ്ഞതുപോലെ അതുപോലെ ക്ഷമിക്കുവാൻ, ആ നിത്യമായിട്ടുള്ള ആ സ്നേഹത്തിന് ക്ഷമിക്കുവാൻ, അങ്ങനെ കർത്താവിൻ്റെ സ്നേഹിതന്മാരായിട്ട് കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുമ്പോൾ, പ്രാണനെ വെച്ച് സ്നേഹിക്കുമ്പം നമ്മളും കർത്താവിൻ്റെ സ്നേഹിതന്മാരായിട്ട് കുറച്ചുകൂടി ഒരു ഉയർന്ന പടിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുവാൻ, ആ കർത്താവ് പറഞ്ഞു തരുകയും നമ്മളോട് പറഞ്ഞു തരുന്ന ആ കർത്താവിൻ്റെ സ്നേഹിതന്മാരായിട്ട് അങ്ങനെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ, നമ്മളുടേതായ എന്തെങ്കിലുമൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട് തൽക്കാലത്തേക്കായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു കൃത്രിമ ഫലം കായ്ക്കുവാനല്ല, മറിച്ച് കർത്താവിൻ്റെ ജീവരസത്തിൽ നിന്ന് വന്ന് നിറഞ്ഞ് കർത്താവിൻ്റെ ശക്തിയായ കർത്താവിൻ്റെ നാമോഹത്തിനായിട്ട് കർത്താവിലൂടെ കർത്താവിലേക്കുള്ള നിത്യമായിട്ട് നിലനിൽക്കുന്ന ഫലം, അധികം ഫലം കായ്ച്ച് വളരെ ഫലം കായ്ച്ച് അങ്ങനെ 100 മേനി ഫലം നിത്യതയ്ക്കായിട്ട് നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ, അങ്ങനെ നിലനിൽക്കുന്ന ഫലം കായ്ക്കുമ്പോൾ അവിടുന്ന് കർത്താവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അതെല്ലാം കർത്താവിൻ്റെ ഹിതത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അതെല്ലാം കർത്താവ് ചെയ്തു തരുമെന്നുള്ള വാഗ്ദത്തം നമ്മൾ കേൾക്കും. നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്നവരായിട്ട്, കർത്താവിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നവരായിട്ട്, ചിലപ്പോൾ ആ ഉത്തരം റെഡ് സിഗ്നലോ ഓറഞ്ച് സിഗ്നലോ ഒക്കെ ആയിരിക്കാം, എങ്കിലും കർത്താവിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നവരായിട്ട് കർത്താവിനോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് തരുവാൻ തക്കവണ്ണമുള്ള ആ ഒരു വലിയൊരു ആക്സസ് കർത്താവിൻ്റെ ഫ്രണ്ടായിട്ട്, കർത്താവിൻ്റെ സ്നേഹിതനായിട്ട്, എബ്രാഹിമിനെ കുറിച്ച് ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് നമ്മൾ യാക്കോബ് 2:23 നമ്മൾ വായിക്കുന്നത് പോലെ ഹി വാസ് കോൾഡ് ഫ്രണ്ട് ഓഫ് ഗോഡ്, അത് ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടു. അതുപോലെ കർത്താവിൻ്റെ സ്നേഹിതന്മാരായിട്ട് കർത്താവിനോട് നമുക്ക് എന്ത് തുറന്ന് സംസാരിക്കാനും, കർത്താവിന് നമ്മളോട് എന്ത് തുറന്ന് സംസാരിക്കാനും എല്ലാം അവിടെ ഒരു ആക്സസ് ആയിട്ട് അതുപോലുള്ളൊരു ആ ഒരു കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, എത്ര വലിയൊരു സൗഭാഗ്യ ജീവിതം. സർവ്വതയെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മളുടെ സ്നേഹിതനായി തീരുന്ന, ആ ദൈവം നമ്മളെ സ്നേഹിതനായിട്ട് കണക്കുകൂട്ടുന്ന ഒരു ജീവിതം, എത്ര വലിയൊരു ജീവിതം, എത്ര വലിയൊരു നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്ന ജീവിതം. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ തന്നെ കർത്താവെ ഈ വചനത്തിന് മുമ്പായിട്ട്, ഈ വചനമെല്ലാം ഞങ്ങളിൽ ജഡമായി തീരണമേ കർത്താവെ, ഈ വചനമെല്ലാം ഞങ്ങളുടെ ആത്മമനുഷ്യൻ്റെ ഭാഗമായി തീരണമേ. അവിടുന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഭവമാക്കി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം? കർത്താവെ അവിടുത്തെ സ്നേഹിതന്മാരായിട്ട് ജീവിക്കാൻ ഞങ്ങളെ വരും ദിവസങ്ങളിൽ കർത്താവെ അധികമായിട്ടൊക്കെ സഹായിക്കണമേ. അവിടുത്തോടത്തോടോട് ചേർന്ന് കർത്താവെ ഞങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടെങ്കിൽ നിന്നെല്ലാം കേട്ടുകൊണ്ട് ജീവിപ്പാൻ, കർത്താവിൽ നിൽക്കുന്ന ഫലം കായ്പാൻ, സ്വൈചകന് വെച്ചുകൊടുത്ത് സ്നേഹിപ്പാൻ, കർത്താവെ ക്ഷമിപ്പാൻ, കർത്താവെ അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ കാലൊരുക്കുവാനെല്ലാം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളതിനെ സമർപ്പിക്കുന്ന പിതാവിനാണ് കർത്താവെ അവിടുത്തെ നിലനിൽക്കുന്ന ഫലം മരംപുല്ല് വൈക്കോൽ പോലെ തീരെ വിത്തെറിഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം കർത്താവെ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുകളുമായിട്ട് നിലനിൽക്കുന്ന ഫലം കായ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളത്തിന് ഓരോരുത്തരെയും കർത്താവ് ഇരുവരായിട്ട് സമർപ്പിക്കുന്ന ഒത്തിരി രക്തത്താലെ ഞങ്ങളെ കഴുകണം കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ കർത്താവെ ക്ഷമിക്കണം. ഇതുവരെയുള്ള ജീവിതത്തിൽ കർത്താവെ അവിടുന്ന് കാണിച്ചിരുന്ന കുറവുകളെ ഓർത്ത് ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു. കർത്താവെ അധികം കർത്താവെ സ്നേഹിപ്പാൻ തക്കവണ്ണം അധികമായിട്ട് കർത്താവെ ഞങ്ങളുടെ ആ സ്പിരിച്വൽ കപ്പാസിറ്റി കൂടട്ടെ കർത്താവെ. അധികമായിട്ട് കർത്താവെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ അധികമായിട്ട് ഞങ്ങൾ കർത്താവെ ഭാര്യയോട് ഭർത്താവിനോടുള്ള സ്നേഹം, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, മാതാപിതാക്കളോടുള്ള സ്നേഹം, സഭയിലുള്ള സഹോദരങ്ങളോടുള്ള സ്നേഹം, ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോടുള്ള സ്നേഹം, കർത്താവെ ഞങ്ങളുടെ അയൽവക്കത്തുകാരോട്, ബന്ധുക്കളോട്, ശത്രുക്കളോടും എല്ലാം കർത്താവെ അധികമായിട്ടുള്ള അളവിൽ സ്നേഹത്തിൻ്റെ അളവിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ സമൃദ്ധമായ ജീവനെ അതിനായിട്ട് ഞങ്ങൾക്ക് തരണം. അധികം ആഴത്തിൽ സ്വയജീവനെ വയ്ക്കുവാനും അധികം അവിടുത്തെ സമൃദ്ധിയായ ജീവൻ പ്രാപിച്ച് അധികം സ്നേഹിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ സഹായിക്കണം. നന്ദി കർത്താവെ, പ്രാർത്ഥനകളോട് സൂചിക്കുന്ന കർത്താവെ.